മലയാളത്തിൽ ഒരുപിടി നല്ല സിനിമകൾ സംഭാവന ചെയ്ത യുവ സംവിധായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട സൂരജ് ടോമാണ് ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. സമീപകാലത്ത് ഇറങ്ങിയ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ മലയാളിയുടെ ഹൃദയത്തിലിടം നേടിയ ഒരു ചിത്രമായിരുന്നു വിശേഷം. അതിൻ്റെ വിശേഷം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രയേറെ ജനപ്രിയമായ ഒരു ചിത്രമാണ്. സംവിധായകൻ സൂരജ് ടോം നമ്മളുമായിട്ട് ആ ചിത്രത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ലേബൽ തന്നെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. താരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സങ്കല്പം തന്നെ, കാരണം നമുക്ക് ഒരു ആക്ടറെ വല്ലാണ്ട് ബാധിക്കുന്ന ആക്ടർ താരമായിട്ട് നിൽക്കും. നമുക്ക് നല്ല ആക്ടേഴ്സിനെയാണ് വേണ്ടത്. നമ്മൾ കണ്ടന്റ് ഇല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഒന്നും കെട്ടിപ്പടുത്താൻ പറ്റില്ല. അല്ല, ഈ പറഞ്ഞ ശുദ്ധികലശങ്ങൾ എപ്പോഴും എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ ഒരു തോട്ടെന്ന് വെച്ചാൽ അത് സിനിമയെ അങ്ങനെ ചിലപ്പോൾ ഒരു താൽക്കാലിക മങ്ങൽ ഏറ്റാൽ പോലും ബാധിക്കില്ല എന്ന് തോന്നുന്നു. ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വന്നാലും അത് നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണെങ്കിൽ ആൾക്കാർ വരും. അപ്പോൾ വാർത്തകളാണ് ഇവിടെ സത്യത്തിൽ ഭരിക്കുന്നത്. പടത്തിന് പോകുമ്പോഴത്തേക്കും ആവറേജ് 180 രൂപയുടെ ടിക്കറ്റാണെങ്കിൽ പോലും 5 പേരുണ്ടെങ്കിൽ അത്രയും പൈസ അല്ലേ. 1000 രൂപയുടെ ടിക്കറ്റിനായി അവിടെ പോയി പോപ്കോൺ കഴിക്കണം, പപ്സ് കഴിക്കണം, ചായ കഴിക്കണം. 10,000-2000 രൂപയുടെ ചിലവാണ്. നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി വണ്ടി ഓടിച്ച് ബ്ലോക്കിൽപ്പെട്ട് സ്പീഡിൽ വെപ്രാളപ്പെട്ട് ചെന്ന് കഴിയുമ്പോൾ ആ സിനിമ നമുക്ക് ഒന്നും തരുന്നില്ലെങ്കിൽ, വെറുതെ പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിട്ട് നമ്മളെ പറ്റിക്കുന്ന അനുഭവമാണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ വെറുത്തുപോയില്ലേ? നമ്മളെത്ര പോവും? അങ്ങനെ ദിലീപിന്റെ കേസിന് ശേഷം അദ്ദേഹം ചെയ്ത ഒരു സിനിമകളും പ്രേക്ഷകരെ ഏറ്റെടുത്തില്ല. വലിയ പരാജയത്തിലേക്ക് പോയി. നമ്മൾ ആൾക്കാർ ഭയങ്കരമായിട്ടെ കേൾക്കുന്ന വാർത്തകളുടെ പിന്നാലെ പോവും. ഇത് യാഥാർത്ഥ്യമാണ്. ഈ തട്ടിപ്പുകളിൽ വീഴാതെ അലേർട്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. താങ്ക് യു. നമസ്കാരം. നമുക്ക് ഈ വിശേഷം എന്ന സിനിമയാണല്ലേ സമീപകാലത്ത് ഇറങ്ങിയ ചിത്രം. അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അതിൻ്റെ ഒരു മേക്കിംഗ് സ്വഭാവത്തിലൊക്കെ വന്നത്. അതിനേക്കാളേറെ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതി വ്യത്യസ്തമായിട്ട് തോന്നി. എന്തായിരുന്നു അതിൻ്റെ ഒരു രീതികൾ? എങ്ങനെയാണ് അതിൻ്റെ പുതുമ കണ്ടെത്തി? എങ്ങനെയായിരുന്നു വിശേഷം? ഒരു പുതിയ അറ്റംപ്റ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ നമ്മളതിനകത്ത് സ്വീകരിച്ചിരിക്കുന്ന സമീപനം, അതിനകത്ത് അത് തന്നെയാണ് കാരണങ്ങൾ. കാരണം ഒന്ന്, അതിൽ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഇല്ല. അതിൽ നായകവേഷം ചെയ്തിരിക്കുന്ന ആള് ടോട്ടലി ഒരു ന്യൂ കമർ ആയിട്ടുള്ള ഒരാളാണ്. ആനന്ദ് മധുസൂദനൻ. ആനന്ദ് ബേസിക്കലി മ്യൂസിക് ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ആനന്ദാണ് അതിനകത്ത് ലീഡ് റോള് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിന്നു ചാന്ദിനി. ചിന്നു ഇപ്പോൾ കുറച്ച് 4-5 പടങ്ങളായി. നമ്മുടെ തമാശ, ഭീമന്റെ വഴിയൊക്കെ, കാതൽ. അത് കഴിഞ്ഞാണ് നമ്മൾ ഗോളവും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിലേക്ക് വരുന്നത്. പിന്നെ നമ്മളതില് കഥയ്ക്ക് നമ്മൾ ഒന്നാമത് വിശേഷത്തിൽ നമ്മൾ പറയുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു വിഷയമാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിനെ വളരെ റിയൽ ആയിട്ട് നമ്മൾ സമീപിച്ചു, വളരെ ജെന്യൂൻ ആയിട്ട് സമീപിച്ചു. അതിന് ആപ്റ്റായിട്ടുള്ള ആളുകളെ കാസ്റ്റ് ചെയ്തു. ഇതാണ് നമ്മൾ അത് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളല്ലാണ്ട് അതിനകത്ത് ഒരു ഗിമ്മിക്കും കാണിച്ചിട്ടില്ല. നമ്മൾ കഥയ്ക്ക് അനുസരിച്ചുള്ള കാസ്റ്റിംഗ് നടത്തിയെന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം തന്നെ. പക്ഷെ ആ സിനിമയുടെ പൂർത്തീകരണത്തിന് ശേഷം, ചിത്രീകരണം പൂർത്തിയായത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴും അത് അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ പോലെ ആയിരുന്നില്ല അത് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചത്. അത് ആ ഒരു പുതിയൊരു മാർക്കറ്റിംഗ് തന്ത്രം പോലെ അത് തോന്നി. കാരണം എവിടെ നോക്കിയാലും ഈ സിനിമയുണ്ട്. സാധാരണ വലിയ കോടികൾ മുടക്കിയുള്ള PR വർക്കുകളല്ല അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടാവുക. അത്തരം സിനിമകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് കൂടുതൽ സ്വീകാര്യമാകുന്ന അവസ്ഥയിലേക്ക് ആ സിനിമ മാറിയത്. അതിനെന്തോ ഒരു നവീകരണ പ്രക്രിയ നിങ്ങൾ അതിൻ്റെ മാർക്കറ്റിങ്ങിൽ കാണിച്ചതായിട്ട് പൊതുവെ ഒരു സംശയം പോലെ നമുക്ക് തോന്നാറുണ്ട്. അല്ല, അത് ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ പലപ്പോഴും ഇപ്പോൾ വിശേഷമൊക്കെ ഒരു ചെറിയ സിനിമയുടെ കാറ്റഗറി പെടുത്താവുന്ന സിനിമയാണ്. പൊതുവെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സിനിമയ്ക്ക് ചെറിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യും. അപ്പം തന്നെ സിനിമ തന്നു പോകും. വേണ്ട രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെടത്തില്ല. നമ്മൾ പക്ഷേ ഇതിനെ ചെറിയ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കിത് ചെറിയ സിനിമ അല്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സിനിമ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ സിനിമ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇത്രയും ആൾക്കാർക്കിടയിലേക്ക് ആണ് പോവേണ്ടത്. അപ്പം വലിയ സിനിമയുടെ മാർക്കറ്റിംഗ് തന്നെയാണ് നമ്മൾ അതിൽ. അതാണ് അതിനകത്ത് വ്യത്യാസം. നമ്മൾ സിനിമ ചെറുതാണ്
എന്ന് നമ്മൾ എങ്ങും അവകാശപ്പെടുന്നില്ല. ഇത് ചെറിയ സിനിമയാണ്, അതുകൊണ്ട് ഇത്ര മുടക്കിയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ മുടക്കിയ പൈസക്ക് വെർത്തായിട്ടുള്ള മാർക്കറ്റിംഗ്, അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പോയി എന്നുള്ളതാണ്. നമ്മൾ സോഷ്യൽ മീഡിയ നന്നായി യൂസ് ചെയ്തു, പിന്നെ അത്യാവശ്യം നല്ല ക്യാമ്പയിനുകൾ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആളുകൾ അതിനെ ഏറ്റെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ പറയുന്ന വിഷയം ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ കഥയാ, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കഥയാണ്. ഏറ്റവും അടുപ്പമുള്ള കഥയായിട്ട് മാറും. അതെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി പോലുള്ള വിഷയങ്ങളിലൂടെ പോകുമ്പോഴത്തേക്കും അത്തരം ട്രീറ്റ്മെന്റുകൾ സുപരിചിതമായ കഥാപാത്രങ്ങളാണ്, നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണ്, ചുറ്റുവട്ടത്തിലെ കഥാപാത്രങ്ങൾ. അവരത് ഏറ്റെടുത്ത് നമ്മളുടെ അനുഭവമായിട്ട് ഇപ്പൊ നമ്മൾ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കമന്റുകൾ എന്ന് പറയുന്നത്, സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലുതായിട്ട് മാർക്കറ്റിങ്ങിന് അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ആളുകൾ അത് നന്നായിട്ട് മൗത്ത് പബ്ലിസിറ്റി സംഭവിച്ചു എന്നുള്ള. കാരണം നമ്മളെ വിളിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെ വാദവരാത്ത സിനിമയെ പറ്റി സംസാരിക്കുന്നു. ഒരുപാട് ചിലർ നമ്മളോട് കരയുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, സൂരജ്, ഞാൻ സിനിമ കണ്ടു ഇന്നലെ, ഞാനും വൈഫും കൂടെ പോയി കണ്ടു. വൈഫ് ഇരുന്ന് കരയായിരുന്നു തിയേറ്ററിൽ. കാരണം ഞങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്യാമറ തിരിച്ചു വെച്ച് ഷൂട്ട് ചെയ്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അവര് 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 35 ലക്ഷം രൂപ ചെലവാക്കി പിള്ളേരുണ്ടാകാനായിട്ട്, കുട്ടികളില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വൈഫ് വന്നിട്ട് ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലും ഒരു അത്ഭുതം സംഭവിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് ആകെ വല്ലാണ്ടായി പോയി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് ഈ സിനിമയിലെ ബാക്കിയുള്ള ആളുടെ നമ്പറുള്ള സകല മനുഷ്യരെയും പുള്ളി വിളിച്ചു. അത്രയും പറയണമെങ്കിൽ അത് ഒരാളുടെ കാര്യമാണ്. അപ്പൊ ഇത്രയും പറയണമെങ്കിൽ അദ്ദേഹത്തെ എത്രത്തോളം ടച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ കമന്റ്സ് എഴുതിയ ആളുകൾ എല്ലാം ഒരു ഇത്രയും പാരഗ്രാഫ് എഴുതിയിടണമെങ്കിൽ അതിനുവേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യണം. അത് അവർക്ക് ടച്ച് ചെയ്തുകൊണ്ടാണ്, അത് അവരുടെ ഹൃദയത്തിൽ കൊണ്ട സിനിമയായിരുന്നു. എനിക്കിപ്പോ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ആളുകൾക്ക് റിലേറ്റ് ചെയ്യുന്ന, ചങ്കിൽ തൊടുന്ന വിഷയങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങൾ ഏറ്റെടുക്കും. നമ്മൾ ആൾക്കാർക്ക് കഥകൾ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അതായത് ഞങ്ങളൊരു സിനിമ ചെയ്തു, നിങ്ങളിത് ഏറ്റെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പോഴത്തെ പ്രേക്ഷകനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. മറ്റ് സിനിമകൾ, മുൻകാല സിനിമകളിൽ നിന്നും എന്ത് പ്രത്യേകതകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത കാര്യങ്ങൾ, ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? മുൻകാല സിനിമകളിൽ നിന്നും വിശേഷം ശരിക്കും 4ാമത്തെ സിനിമയാണ്. ഞാൻ ഇതിനു മുന്നേ 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പാവ എന്ന് പറഞ്ഞ സിനിമയാണ് എന്റെ തുടക്കം, ഫസ്റ്റ് സിനിമ. അപ്പൊ അതിലാണ് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ പാട്ടൊക്കെ, ആനന്ദാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. പിന്നെ എന്റെ മെഴുതിരി അത്താഴങ്ങൾ എന്ന് പറഞ്ഞ സിനിമ അനൂപ് മേനോന്റെ സ്ക്രിപ്റ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ആനന്ദും കൂടെ ഒന്നിച്ച്, അതായത് ആനന്ദിന്റെ സ്ക്രിപ്റ്റിൽ ചെയ്യുന്ന സിനിമയാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. ആനന്ദിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നത്, ഈ സിനിമ ഒരു ഫ്രഷ് ആയിരിക്കണം. കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കാണാൻ തോന്നിക്കുന്ന ഒരു കൗതുകത്തിന്റെ ഒരു എലമെന്റ് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഈ കൗതുകത്തിന്റെ ഒരു എലമെന്റ് വേണമെങ്കിൽ നമ്മുടെ സബ്ജക്ട് എന്താണ് എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള കാര്യമാണല്ലോ. ആരും അത് തുടക്കത്തിൽ അറിയുന്നില്ല. തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ, അല്ലെങ്കിൽ നമ്മൾ വിടുന്ന ഓരോ മെറ്റീരിയൽസ് ആണ് ആളുകളെ ഇതിലേക്ക് കൊളുത്തി വലിക്കുന്ന കാര്യം. അവിടെയാണ് നമ്മൾ ഈ ഒരു കാസ്റ്റിംഗ് അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, അവിടെ നമ്മളിപ്പോൾ നിർദ്ദേശം ആനന്ദാണോ തന്നെയാണ്? ഞാൻ തന്നെ വെച്ചൊരു നിർദ്ദേശമാണ്. കാരണം എനിക്കിത് ഒരു ഡിഫറെന്റ് അപ്രോച്ച് നടത്തണമെന്ന് കുറേ നാളായിട്ടുള്ളൊരു ചിന്തയാണ്. കാരണം ഞാൻ കാണുമ്പോൾ നമ്മളിപ്പോൾ എന്തേലും സിനിമകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ സിനിമകൾ വരുന്നുണ്ട്. നമ്മളെപ്പോഴും നമുക്ക് 10 20 ഒന്ന് കൂട്ടിക്കോ ആർട്ടിസ്റ്റുകൾ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളവർ. ഇത്രയും ആൾക്കാരെ എങ്ങനെ ആ കഥയിലേക്ക് കൊണ്ടുവരാമെന്നാണ് നമ്മളെപ്പോഴും. കഥയുണ്ടാവും, എന്നിട്ട് ഇവരിൽ ആരെ അതിലേക്ക് ഫിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ഇവരുടെ പിന്നാലെ നമ്മളിങ്ങനെ ഒന്നെന്ന് തുടങ്ങും. അതൊരു നീണ്ട പ്രോസസ്സാണ്. അപ്പോൾ എന്നിട്ടിപ്പോൾ നമുക്ക് സംഭവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ ചിന്തിച്ചായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക. എന്നിട്ട് വന്ന് നിൽക്കുന്ന ഇങ്ങനെ എക്സ്ട്രീമിലുള്ള വേറെ ഒരാളിലായിരിക്കും, അയാളെ വെച്ചിട്ട് ആ പടം ചെയ്യും. തിയേറ്ററിൽ പ്രത്യേകിച്ച് ചലനമൊന്നും അത് ഉണ്ടാക്കില്ല. ഇത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ റീസൺലി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ വഴികളെ പോലെ അതൊരു സ്ഥിരം ഫോർമാറ്റാണ്, സ്ഥിരം ഫോർമുലയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഫോർമുല പിന്തുടരണമെന്ന് എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇപ്പം ശരിക്കും നമ്മുടെ ഇവിടുത്തെ വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പുതിയ താരങ്ങളുണ്ടാവും, പുതിയ താരങ്ങളല്ല, താരങ്ങൾ പിന്നെ വരുന്നവരാണ്. ഞാൻ പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ, ആക്ടറും താരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ വലിയ ടോപ്പായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾ വിചാരിച്ചാൽ
പുതിയ ആക്ടേഴ്സിനെ കൊണ്ടുവരാം, സൈഡിൽ കൂടെ ഒരു ലെയറായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും, വരും. ഈസി ആയിട്ട് ആ പ്രോസസ്സാണ് ഇത്. പക്ഷെ എന്തോ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല പ്രൊഡ്യൂസേഴ്സുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞാൻ ഇടയ്ക്ക് ഒരു സമയത്ത് എനിക്ക് ചിന്ത വന്നു ആനന്ദിനെ തന്നെ നായകനാക്കി ചെയ്യാം. അത് വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദ് നല്ല രസമായിട്ട് കഥ പറയും. ആനന്ദ് കഥ പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആനന്ദിന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് അവിടുന്ന് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകവുമില്ല. കാരണം എന്റെ ശ്രദ്ധ ഭയങ്കരമായിട്ട് അത്ര രസമായിട്ടൊരു സിനിമ കാണുന്ന രീതിയിൽ ആനന്ദിന് കഥ പറയാൻ പറ്റും. അപ്പൊ ആനന്ദിലെ പല പല ഭാവങ്ങൾ എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഞാനൊരു സമയത്ത് ചിന്തിച്ചു തുടങ്ങി എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടാ. ഭയങ്കര രസമായിരിക്കില്ലേ ആനന്ദിനെ പോലത്തെ ഒരാളവിടെ വന്ന് അവിടെ ആ സിനിമ ഫ്രഷ് ആവാൻ വേറെ ഒന്നും വേണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ആ സിനിമയുടെ ഒരു ഇമേജുകളൊക്കെ ഇങ്ങനെ പതിഞ്ഞു, പോസ്റ്ററിലൊക്കെ ഇങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഓക്കെയാണ്. എനിക്ക് അതിനകത്ത് അത് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തുന്നുണ്ട്. അത്ര ഒരു ഇമേജിൽ ഒരു സംഭവം വന്നാൽ ആ സിനിമ ഞാൻ കാണാൻ പോകും. ഞാൻ അതേ ചിന്തിച്ചുള്ളൂ. കാരണം ഞാൻ കാണാൻ പോകുന്ന സിനിമ എങ്ങനത്തെ ആയിരിക്കും. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ഞാൻ ആനന്ദിനോട് പറഞ്ഞു ആനന്ദ് നമുക്ക് ഇങ്ങനെ ചെയ്താലോ. അപ്പൊ ആദ്യം ആനന്ദ് സമ്മതിച്ചില്ല. ആനന്ദിന് ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ആളാണ്. അവിടെ അതിന്റെ ഒപ്പമാണ് റൈറ്റിംഗ് കൂടെ തുടങ്ങിയത്. പിന്നെ അഭിനയം കൂടെ തുടങ്ങിയാൽ എങ്ങനെയാവും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും ഞാനത് കൺവിൻസ് ചെയ്തു. നിങ്ങൾ തമ്മിൽ സൗഹൃദം ഒത്തിരി പറഞ്ഞിട്ടെങ്കിൽ പോലും പുതിയ പ്രേക്ഷകർക്ക് എങ്ങനെ ആനന്ദും സൂര്യയും തമ്മിലൊരു ബന്ധവും അടുപ്പൊക്കെ ഞങ്ങൾ തമ്മിൽ ശരിക്കും ഒരുപാട് വർഷത്തെ എനിക്ക് തോന്നുന്നു 20 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. 20 വർഷത്തോളമായിട്ടുള്ള അടുപ്പമുണ്ട്. ആനന്ദ് സിനിമയിൽ സജീവമാകുന്നതിന് മുന്നേ തുടങ്ങിയ അടുപ്പമാണ്. ഒരു ഫസ്റ്റ് ഒരു ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടൊരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാനും ആനന്ദും കണ്ടുമുട്ടുന്നത്. അന്ന് ഞങ്ങളുടെ കൂടെ ഈ പടത്തിന്റെ ക്യാമറമാൻ സാഗർ അയ്യപ്പനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് തൃശ്ശൂർ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ വെച്ചിട്ടാണ് ആനന്ദിനെ മീറ്റ് ചെയ്യുന്നത്. അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആനന്ദാണ്. പക്ഷെ ആ പ്രൊജക്ട് നടന്നില്ല. അത് നമ്മൾ വലിയ പ്ലാനുകളൊക്കെ ആയിരുന്നു. ആ പ്രൊജക്ട് പക്ഷെ നടന്നില്ല. അവിടെ നിന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. അന്ന് ആനന്ദ് അങ്ങനെ സിനിമകൾ ചെയ്തിട്ടില്ല. പിന്നെ ആനന്ദും എറണാകുളത്തേക്ക് വന്നു, ഞങ്ങളൊക്കെ എറണാകുളത്തേക്ക് വന്നു. ഞാൻ ബേസിക്കലി കോട്ടയംകാരനാണ്. അങ്ങനെ എറണാകുളത്ത് നമ്മൾ സിനിമാ സ്വപ്നങ്ങളുമായിട്ട് പിച്ച് വെച്ച് തുടങ്ങിയ കാലത്ത് എന്നെക്കാളൊക്കെ മുന്നേ ആനന്ദ് സിനിമകൾ ചെയ്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു മോളി ആൻറ്റി റോക്സ്, വീപ്പിംഗ് ബോയ് ഒക്കെ മുതലുള്ള പടങ്ങൾ ആനന്ദ് മ്യൂസിക് ചെയ്തു തുടങ്ങി. അപ്പോഴൊന്നും ആനന്ദ് എഴുത്തിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ പാരല്ലേ ആ സമയത്ത് അഡ്വർടൈസ്മെന്റ്സിലേക്ക്, എനിക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഇറങ്ങുന്നുണ്ട്. ഞാൻ ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന പരസ്യങ്ങളിലൂടെ ആനന്ദാണ് കൂടുതലും അതിന്റെ ജിംഗിൾസ് എപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ തുടങ്ങി വന്ന് അപ്പൊ ഞങ്ങൾ എപ്പോഴും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സാഹചര്യമാണ്. ഞങ്ങൾ കാണാറുണ്ട് പലപ്പോഴും. അപ്പൊ ഇങ്ങനത്തെ കാഴ്ചകളിൽ ആനന്ദിന്റെ മനസ്സിലുള്ള കഥകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്തൊക്കെ ആയിരിക്കും ആനന്ദ് കഥ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക. ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞിരിക്കുന്നത് എന്നോടൊക്കെ ആയിരിക്കും. അങ്ങനെ പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് വിശേഷത്തിന്റെ സബ്ജക്ട്. അത് കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി. നേരത്തെ പറഞ്ഞാണ് അത് അടുത്ത സമീപകാലത്ത് പറഞ്ഞ കഥയാണ്? അല്ലല്ല, വിശേഷം ശരിക്കും ഞാൻ മെഴുതിരി അത്താഴത്തിന് ശേഷം കേട്ട കഥയാണ്. അന്നേരം അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോഴാണ് ഈ കോവിഡ് വരുന്നത്. അതുപോലെ ഞങ്ങൾ ആ സബ്ജക്റ്റ് തൽക്കാലം മാറ്റി വെച്ചു. കാരണം ഇത് കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നതാണ് ഇത്. അപ്പൊ അത് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് ആനന്ദ് തന്നെ പറഞ്ഞ മറ്റൊരു കഥയാണ്. അന്നേരത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അന്നൊക്കെ നമുക്കൊരു ഒരു മതിൽക്കെട്ടിനകത്തുള്ള പരിപാടികൾ നടക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങള് ചെയ്തൊരു പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മൾ ഇനി വിശേഷം ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിതിലേക്ക് തന്നെ വന്നതാണ്. ഇതിന് മുഴുവൻ ആർട്ടിസ്റ്റിനെ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ബാക്കിയുള്ളവരൊക്കെ സെലക്ട് ചെയ്തത്? അതെ. ഒരു അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ അനൈക്യമൊന്നും ഉണ്ടായില്ല? അഭിപ്രായ ഭിന്നത വന്നാൽ നമ്മളത് വേണ്ടെന്ന് വെക്കും. കാരണം അഭിപ്രായ ഭിന്നത വരുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം ആനന്ദ് കൺവിൻസ്ഡ് അല്ലെങ്കിൽ ആനന്ദ് പറയുന്നൊരു കാര്യത്തിന് എനിക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മളത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കൂല. അതൊരു കുഴപ്പമുണ്ട് അതിനകത്ത്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ്, ഒരാൾക്കൊരു കുഴപ്പം തോന്നുമ്പോൾ അതൊരു മജോറിറ്റി ഓഫ് ഓഡിയൻസിന്റെ ചിന്തയായിരിക്കുമല്ലോ. അപ്പൊ നമ്മളത് ആ വഴിക്ക് ഓക്കെ എന്നാ പിന്നെ അത് വേണ്ടെന്ന് വെക്കാം. അത് വേണ്ട, അത് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക്. വളരെ സൗഹൃദവും ആത്മബന്ധമുള്ള ബന്ധങ്ങളുടെ നല്ല സിനിമകൾ ഉണ്ടാകും തന്നെയാണോ? പിന്നെ ഇത് സിനിമ എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മള് ഞാൻ കേട്ടിട്ടുണ്ട് ചില സിനിമകളിലേക്ക് സെറ്റില് ഭയങ്കര ഈഗോയും വെറുതെ ഉള്ള അനാവശ്യ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ. ദൈവം സഹായിച്ച് നമ്മുടെ ഇന്നേ വരെയുള്ള ഒരു സെറ്റിലും അങ്ങനത്തെ ഒരു പരിപാടി, എൻ്റെ 4 സെറ്റും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മളൊരു സൗഹൃദപരമായ അന്തരീക്ഷം അവിടെ ഉണ്ട്. കാരണം അവിടെ ഒരിക്കലും ഒരു എന്താ പറയാ സ്വേച്ഛാധിപത്യപരമായ സമീപനം ഞങ്ങളാരും നടത്താറില്ല. കൃത്യമായിട്ട് ഇപ്പം ആർക്കും വന്ന് എന്ത് അഭിപ്രായം പറയാം. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളോടും ചൂടാകാനോ ഷൗട്ട് ചെയ്യാനോ ചീത്ത പറയാനോ ഒന്നും പോകാറില്ല.
നമ്മൾ എല്ലാവരെയും സ്നേഹത്തോടെ സൗഹൃദത്തോടെ എല്ലാവരിലും ഒരു വാല്യൂ ഉണ്ടെന്ന് എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ. ഈവൻ നമ്മുടെ സെറ്റില് എന്താ പറയാ നിൽക്കുന്ന ലൈറ്റ് ബോയ്ക്ക് പോലും വളരെ വ്യക്തമായ കാഴ്ചപ്പാട് കാണും. കാരണം അവരെത്രയോ ഷൂട്ടിംഗ് സെറ്റ് കാണുന്ന എത്രയോ തരത്തിൽപ്പെട്ട കാലിബറുള്ള ഡയറക്ടേഴ്സിനെ അല്ലെ ഫിലിം മേക്കേഴ്സിനെ കാണുന്നതാണ്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ, നമ്മളൊരു സീൻ കൺസീവ് ചെയ്യുമ്പോഴത്തേക്കും അവരൊക്കെ അവരുടേതായിട്ടുള്ള അവർ വെറുതെ ലൈറ്റ് വെച്ചിട്ട് ലൈറ്റിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സിലും ആ ഷോട്ടിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് പോകുന്നുണ്ടാവുമല്ലോ. അത്തരം കാഴ്ചപ്പാട് ഈ പറഞ്ഞ നമ്മുടെ ഒപ്പമുള്ള മനുഷ്യർ, നമ്മുടെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന മനുഷ്യർ പലരും അവരെ ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥയും ഒഴിവാക്കുന്ന അവസ്ഥയും ഒക്കെ സിനിമ സെറ്റ് സജീവമാണ് അല്ലേ? പിന്നെ ആയിരിക്കാം, കുറെ സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അതിനിടയ്ക്കാണ് ഇപ്പൊ താങ്കളുടെ ആദ്യ സെറ്റിലടക്കം വന്നിട്ടുള്ള ആളാണ്. ഇതുവരെയുള്ള നമ്മുടെ സൗഹൃദ ബന്ധമുള്ളതുകൊണ്ട് വ്യക്തിപരം അറിയാവുന്നത് കൊണ്ട് മറ്റ് മേഖലകളിൽ കാണാത്ത അല്ലെങ്കിൽ മറ്റ് ലൊക്കേഷനിൽ കാണാത്ത ഒരു സൗഹൃദ അന്തരീക്ഷം താങ്കളുടെ സെറ്റിലുണ്ടാവാറുണ്ട്. അതൊരു സിനിമാക്കാരൻ, വർത്തമാനകാല സിനിമാക്കാരനെ യോജിച്ചതാണോ യോജിക്കാൻ എനിക്കറിയില്ല. എങ്കിൽ പോലും നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൾച്ചർ നിങ്ങളുടെ ഈ സെറ്റിൽ കാണിക്കാറുണ്ട്. അത് എങ്ങനെയാണ് അങ്ങനെയായി തീരാൻ പറ്റുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ മറ്റേ രീതിയിലുള്ള കൾച്ചർ എനിക്ക് അറിയില്ല. അതാണ്, എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ അങ്ങനെ അത്തരം സെറ്റുകളിൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല, അസോസിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വന്നത് മുതലേ എൻ്റെ വഴിയിലൂടെയാണ്. കുറച്ച് നാൾ മറ്റേ മുതിർന്ന സംവിധായകരുടെ ഒപ്പം ഒന്നുമില്ല, ഞാൻ ഒരൊറ്റ സിനിമ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് ബോംബെ മാർച്ച് 12 എന്ന് പറഞ്ഞ് ബാബു ജനാർദ്ദനന്റെ ഒരു സിനിമ, അതിൽ മാത്രമേ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു സിനിമയിലും അദ്ദേഹത്തിന് പഠിച്ച ഒരു മാതൃകയാണോ നമ്മള്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാനത് എന്നെ സംബന്ധിച്ചോളം ടോട്ടലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. ഇത് ഞാൻ പിച്ച വെച്ച് വന്ന കാരണം ഞാൻ ആദ്യമേ സ്വന്തമായിട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ തുടങ്ങി ഒരു സ്റ്റേജ് കുറേ കാലം അങ്ങനെ തന്നെ പോയി. എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തോളം നമ്മൾ ഇങ്ങനത്തെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്ത് പോയിട്ട് ഒരു 2010 മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടോട്ടലി അതെല്ലാം നിർത്തിയിട്ട് അഡ്വർടൈസിംഗിലേക്ക് മാറുന്നത്. അപ്പൊ അതുവരെ ചിത്രങ്ങൾ ചെയ്തു, നല്ല പരസ്യ ചിത്രങ്ങൾ, ഒരുപാട് നല്ല ആഡ്സ് ചെയ്തു, നല്ല കുറെ ബ്രാൻഡുകളുണ്ട് നമ്മളുടെ. അപ്പോൾ മറ്റേന്ന് വെച്ചാൽ നമ്മളൊരു 10 വർഷക്കാലം നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, ഒരുപാട് കടം ഉണ്ടാക്കി വെച്ചു. കാരണം നമ്മൾ തന്നെ നമ്മുടെ പൈസ കൊണ്ട് നമ്മൾ കടം മേടിച്ചൊക്കെ ചെയ്യുന്ന പൈസയ്ക്ക് ഉണ്ടാക്കിയ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെയാണ്. അന്ന് നമുക്ക് അതിന്റെ മാർക്കറ്റോ അതിനെ മാർക്കറ്റ് ചെയ്യാനോ ഒന്നും അറിയില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര ലേണിംഗ് അനുഭവങ്ങളായിരുന്നു. പിന്നെ ഞാൻ പരസ്യത്തിലേക്കൊക്കെ തിരിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കടങ്ങളൊക്കെ പോലും തീർത്തത്. അപ്പം നമ്മൾ ഇത് ഓരോന്നും നമുക്ക് ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു ആഡ് ഫിലിം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു മിനി വേർഷൻ തന്നെയാണ്. കാരണം നമ്മുടെ സെറ്റിലുകൊണ്ട് 10-100ഓളം ആൾക്കാരുണ്ടാവും. ഒരു ദിവസം അല്ലെ 2 ദിവസം ഷൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മളെല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുമായിരുന്നു. ആർക്കും വന്ന് നമ്മളോട് എന്തും പറയാം. കാരണം അല്ല, ആ ഒരു നല്ല മാതൃക സിനിമാ ലോകത്ത് മനസ്സിലാക്കിയതാണോ, പഠിച്ചതാണോ ഞാൻ ചോദിക്കുന്നത്? അല്ല, അത് ഞാൻ അങ്ങനെ എനിക്കതേ അറിയത്തുള്ളൂ. അതാണ്, എനിക്ക് അല്ലാത്തൊരു പരിപാടി എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക്, നമ്മുടെ സിനിമയ്ക്ക് ഗുണമല്ലേ ചെയ്തിട്ടുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാക്കി. ഞാൻ നോക്കിയിട്ട് എനിക്കൊരു ദോഷം ചെയ്തിട്ടില്ല. എനിക്കതൊക്കെ ഞാൻ ഈവൻ ഇത് നമ്മളുടെ ഒരു പാറ്റേൺ ഇങ്ങനെയാണെന്നൊന്നും, അതൊരു പാറ്റേൺ ആണോന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന രീതി അതാണ്. നിങ്ങളുടെ സിനിമയുടെ എല്ലാവരും കൂട്ടായ്മയാണല്ലോ. എല്ലാ സിനിമയിലും ഒരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. ഞാൻ പൊതുവെ വെക്കുന്ന ടെക്നീഷ്യൻസ് എനിക്കടുപ്പമുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഈ വിശേഷം നോക്കിയാൽ തന്നെ വിശേഷത്തിന്റെ ടെക്നീഷ്യൻസ് എല്ലാവരുമായിട്ട് എനിക്കൊരു സൗഹൃദമുള്ളവരായിരുന്നു. പക്ഷെ അവര് കാലിബറുള്ളവരുമാണ് സൗഹൃദത്തിന്. കാരണം ഞാനൊരിക്കൽ ഇവിടുത്തെ ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചതാണ്. വിശേഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരിക്കൽ സംസാരിക്കുമ്പോൾ ഈ ആക്ടർക്ക് അദ്ദേഹം പറയുന്ന ക്യാമറമാനെ വെക്കണം, അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന എഡിറ്ററെ വെക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്കത് പറ്റില്ല. കാരണം എനിക്ക് അവരോട് വർക്ക് ചെയ്ത് ഞാൻ സിംഗല്ല. അപ്പൊ എനിക്കത്, കാരണം അവിടെ ഞാൻ ഫുൾ ഫ്രീ മൈൻഡിൽ നിൽക്കണമല്ലോ, എന്നാലല്ലേ എനിക്കൊരു സമാധാനത്തോടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വന്നിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാമറമാനോ ഡയറക്ടറോ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാനല്ലല്ലോ നമ്മൾ സിനിമ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, സൂരജ്, അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ, നമുക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു അഭിപ്രായങ്ങൾ പറയുന്നത്. പുള്ളി പറഞ്ഞു, അതല്ല, അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പാകും, നിങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആകും നിങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കാനല്ല ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് നമ്മളുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ,
അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഒന്നും ആൾക്ക് താല്പര്യമില്ല. ഇല്ല. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഞാനത് വിട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഇങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റുകൾ വന്നപ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഈ റൂട്ടിലൊന്നും പോയാൽ നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഈ സിനിമയുടെ ഒരു എസൻസിനെ പകുതിക്ക് കൊണ്ട് കളയാൻ നമ്മൾ ഒരുക്കമല്ലായിരുന്നു. അതാണ് ഞാൻ അതിനൊരു മാറ്റം വരണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പൊതുവെ സിനിമയിൽ അങ്ങനെയാണ്. ഒരു മുതിർന്ന ആളെന്ന് നമ്മൾ കരുതുന്നവർ, ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരാണ് മുതിർന്നവർ, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടവരാണ് പിന്നീട് വരുന്നൊരു ധാരണയുണ്ട്. പലപ്പോഴും അങ്ങനെയാണല്ലോ. കഥയിലായാലും സിനിമയുടെ അവതരണത്തിന് എല്ലാ ഘടകങ്ങളിലും ഇവരുടെ സ്വാധീനം ഉണ്ടാവും, ഇവരുടെ നിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അലിഖിത നിയമം പോലെ സിനിമയിലുണ്ട്, അല്ലേ? അല്ല, ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മളതിന്, കാരണം നമുക്ക് അങ്ങനെ പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. കാരണം പിന്നെ വേറൊരു കാര്യം അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം പറയരുത് എന്നുള്ളതല്ല. ഇപ്പം നമുക്ക് ചിലരുടെ എക്സ്പീരിയൻസിന്റെ പുറത്ത് ചില അഭിപ്രായങ്ങൾ പറയുന്ന രീതിക്ക് പറഞ്ഞാൽ ഓക്കെയാണ്. ഇത് ഓരോന്നിനും അവതരിപ്പിക്കേണ്ട രീതി ഉണ്ടല്ലോ, ആ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കുന്ന ആൾക്ക് മനസ്സിലാവും വ്യക്തമായിട്ട്. ഇനി ഇപ്പുറത്തേക്കുന്ന ആൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ഇടത് ഇതാണ് അതിന്റെ മറ്റതിന്റെ കുഴപ്പം ഇതാണ്, അങ്ങനെ പോയാൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട്, നേരെ മറിച്ച് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിന്തിച്ചൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്കുന്ന ആളും ചിന്തിക്കും. അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടി ഒട്ടും ഒരു ഹെൽത്തി അല്ലാത്തൊരു പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെ ഇതാണ് ഇതിന്റെ വ്യത്യാസം. നമ്മൾ എന്ത് അവതരിപ്പിക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, എക്സ്പീരിയൻസിന്റെ ലെവൽ എല്ലാവർക്കും പലതായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിന് എപ്പോഴും 2, 3, 4 ഒക്കെ അഭിപ്രായങ്ങൾ വരും. പക്ഷെ ഇത് എങ്ങനെ അവതരിപ്പിക്കുന്നു, അവതരണം ഒരിക്കലും മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാവരുത്. ഇതൊക്കെയാണല്ലോ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറയുന്ന ഒരു അഭിപ്രായം മറ്റൊരാളെ തളർത്തിക്കളയരുത്. ഈ പറഞ്ഞ പോലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ മലയാള സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പോലും നമ്മൾ രണ്ടുപേരും ഒരു സിനിമയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ഒരു സർഗാത്മക ജീവിതത്തിൽ രണ്ടുപേരും സിനിമയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ എല്ലാവരെയും വരുന്ന തലമുറയെ പോലും ഭയാനകമായൊരവസ്ഥയിലേക്ക് പോകുന്നൊരു ചുറ്റുപാട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഇപ്പം കടന്നു പോകുന്നത്. ഇപ്പം സിനിമയിൽ നടക്കുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എങ്ങനെയാണ് ഈ സിനിമയുടെ സംവിധായകൻ എന്ന രീതിയിൽ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരാൾ, മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും താങ്കൾക്ക് അതിൻ്റെ അതിൻ്റെ കൂടെ അഭിപ്രായം പറഞ്ഞു പോകണ്ടേ? അല്ല, ഇപ്പം സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ TV കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മുടെ നാഷണൽ മീഡിയാസ് ഒക്കെ ഇപ്പോൾ ഇത്തരം വിഷയങ്ങളെടുത്ത് ഭയങ്കര ന്യൂസായിട്ട് വരുന്നുണ്ട്. നമുക്കത് നമ്മുടെ സിനിമയെ സത്യത്തിൽ അത് ഭയങ്കരമായിട്ട് ക്ഷീണം ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഒരുപാട് നല്ല സിനിമകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എത്രത്തോളം നല്ല സിനിമകൾ, കാരണം മലയാള സിനിമയ്ക്ക് നമുക്ക് എത്രത്തോളം അവാർഡുകൾ നമ്മൾ വാരിക്കൂട്ടി, എന്തേരം മികച്ച സിനിമകളും എത്രത്തോളം നല്ല മേക്കേഴ്സും ആക്ടേഴ്സും ഇവിടെ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ വാഴ്ത്തപ്പെടേണ്ട സമയത്ത് നമ്മുടെ റൂട്ട് മാറിപ്പോവാണ്. അവിടെ മലയാള സിനിമ ഇങ്ങനെ നിൽക്കേണ്ടടുത്ത് നമ്മളവിടെ എന്താ പറയുക, ഇപ്പോൾ ഒരു നല്ലൊരു വാർഡ്രോബിനകത്ത് കുറേ പുതിയ ഡ്രസ്സ് ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ ഇട്ട് മുഷിഞ്ഞ ഒരു തുണി ഇരുന്നാൽ ആ വാർഡ്രോബിലിരിക്കുന്ന എല്ലാ തുണിയും ഒരു മുഷിഞ്ഞ കിണത്തിൽ പെടും എന്നുള്ള അവസ്ഥയിലാണ്. എത്രയും നല്ല ആളുകൾ, ഇത് വളരെ ഒരു വിഭാഗം ഉണ്ടാവാം, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഈ വിഭാഗം ചെലുത്തിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭീകരമാണ്, എല്ലാവരിലേക്കുമാണ്. അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒത്തിരി ആൾക്കാർ ഇപ്പൊ തന്നെ എന്തുമാത്രം പെൺകുട്ടികളുണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ. ഈവൻ ഞങ്ങളുടെ ഈ വിശേഷത്തിൽ തന്നെ എഡിറ്റർ പുതിയ ആളാണ്, പെൺകുട്ടിയാണ്. കളറിസ്റ്റ് പുതിയ ആളാണ്, പെൺകുട്ടിയാണ്. നമ്മളുടെ ADs, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. നമ്മുടെ കോസ്റ്റ്യൂമിലുണ്ടായിരുന്നത് പെൺകുട്ടിയാണ്. എത്രത്തോളം ആൾക്കാരുണ്ടായിരുന്നു. ഇവര് എന്ത് സമാധാനമായിട്ടാണ് അവിടുന്ന് പോയത്. അപ്പൊ ഇത് ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട ഫിലിം മേക്കേഴ്സിന്റെ വർക്കുകളിൽ ഒരുപാട് പുതിയ ആളുകൾ, പെൺകുട്ടികൾ വന്ന് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ട് സമാധാനം നിറഞ്ഞ അന്തരീക്ഷത്തിൽ പോകുന്നുണ്ട്. മറ്റേത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതുപോലെ തന്നെ ഒരു വിഷയമാണ്. ഇവിടെ അത് കുറെ കൂടി ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് ചില വ്യക്തികളിൽ മാത്രമല്ല, ചില ഗ്രൂപ്പുകൾ മാത്രമല്ലേ ഉള്ളൂ. കംപ്ലീറ്റ് അതില്ല, ഒരിക്കലും ഇല്ല, കംപ്ലീറ്റ് ഒന്നുമില്ല. കാരണം മജോറിറ്റിയിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം. പക്ഷെ വേറെ കാര്യം, ഈ പുതിയ തലമുറയിൽപ്പെട്ട സംവിധായകർ അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് വരുന്നവരാരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല.
അവരവരെ ഏറ്റെടുക്കുന്ന സിനിമ ചെയ്യുന്നു, അത് മനോഹരമായിട്ട് ചെയ്യുന്നു. മറ്റ് ഈ പറഞ്ഞ പോലെ കീഴ്വഴക്കങ്ങളൊന്നും പെടുന്നില്ല. അതുകൊണ്ട് ഒരു പക്ഷേ പുതിയ സിനിമകൾ വരുന്നതെല്ലാം നല്ല രീതിയിൽ വിജയിച്ചു പോകുന്നത്. പുതിയ സിനിമകളിൽ വർക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ കാലങ്ങളോളം ഇവിടെ അസിസ്റ്റൻ്റായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ജോലിക്ക് ജീവിക്കാനൊരു വകുപ്പിന് വേണ്ടി അല്ല വരുന്നത്. അവർക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ വല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉള്ളത് നമ്മുടെ സിനിമയിലാണ്. അത്രയും ലെവലിൽ പഠിച്ചു വരുന്ന ആൾക്കാർ അവരുടെ പാഷൻ കൊണ്ട് മാത്രം സിനിമയിലേക്ക് വരുന്നവർ. അവരുടെ ഉദ്ദേശം ഒരു പടം അല്ലെങ്കിൽ 2 പടം വർക്ക് ചെയ്യുക. മൂന്നാമത് അവർ സ്വന്തമായിട്ട് പ്രൊജക്ട് ആലോചിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പിള്ളേര് സ്വന്തം സ്ക്രിപ്റ്റ് ഓൾറെഡി അവരുടെ എഴുത്തിലായിരുന്നു ആ സമയത്ത്. അതിൽ 1-2 കുട്ടികൾ ഇപ്പോ ആർട്ടിസ്റ്റിന്റെ അടുത്ത് പിച്ചിങ്ങിന് പോയിട്ടുണ്ട്. അവര് സ്വന്തമായിട്ട് അടുത്ത തലത്തിലേക്ക് അത് മാറി. ആ വിഷനിലാണ് അവര് വരുന്നത്. അല്ലാതെ അവർക്കങ്ങനെ ഒരു ജോലിയായിട്ട് നിന്ന് പോവാന്നുള്ള അല്ല അവരുടെ ഉദ്ദേശം. വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ ഉള്ള പരിപാടികളാണത് വരുന്നത്. ശരിക്കും നല്ല സിനിമകൾ ചെയ്യാന്നല്ലെങ്കിൽ സ്വന്തമായൊരു സിനിമ ചെയ്യുക എന്നൊരു കാഴ്ചപ്പാടും പഠനവും അതിനുള്ള അധ്വാനത്തിന് തയ്യാറായല്ല വരുന്നത്. പ്രയത്നിക്കുന്നുണ്ട് അവര്. പിന്നെ അല്ലേ, സ്ഥിരമായ നല്ലൊരു കാഠിന്യത്തോടെ അവർ ചെയ്യാൻ തയ്യാറായി. ഉറപ്പായിട്ടും. കാരണം അവർ അതുപോലെ സിനിമകൾ കാണുന്നുണ്ട്. ഇപ്പം അതേപോലെ നമുക്ക് സിനിമകൾ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട്. നമ്മുടെ ഓരോരോ പ്ലാറ്റ്ഫോമുകളിൽ എന്തുമാത്രം നല്ല സിനിമകൾ വരുന്നുണ്ട്. പിന്നെ അപ്പം ഇതൊക്കെ ചെല്ലുന്ന ഇൻഫ്ലുവൻസ് ഒന്നും നിസ്സാരമല്ല. അല്ല, പക്ഷെ നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റുന്ന, റോൾ മോഡൽസ് ആക്കാൻ പറ്റുന്ന ആൾക്കാർ കുറഞ്ഞു വരിക. സിനിമയിലെ കണ്ടുപഠിക്കാൻ പറ്റുന്ന ആൾക്കാർ കുറഞ്ഞു വരികയല്ലേ. കാണുന്നവർ പലരും ഈ പലതരം ദുശീലങ്ങളിലൊക്കെ പെട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല പുതിയ തലമുറയിലേക്ക് വരുന്ന ആൾക്കാർ കണ്ടു പഠിക്കാൻ ആൾക്കാരെ വെക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് സ്വന്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ഒരു പരിധിവരെ പഴയ അതായത് മുന്നിൽ നിൽക്കുന്ന ആളുകളെ ഫോളോ ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള റൂട്ടിലൂടെയാണ് ഇവർ പോകുന്നത്. എങ്കിലും നമ്മൾ ഒരു പാത നോക്കുമ്പോഴേ മുന്നേ നടന്നു പോയ കാൽപ്പാടുകൾ നോക്കാവുന്ന രീതിയിൽ. പക്ഷേ സിനിമയൊക്കെ ഒത്തിരി മാറി. സിനിമയും സിനിമാ സങ്കല്പവും സിനിമയുടെ കഥ പറച്ചിൽ രീതികളും ഒക്കെ മാറി. നമ്മളത് നോക്കിയാൽ അറിയാം എന്തുമാത്രം രസമുള്ള സിനിമകളാണ്. നമ്മൾ ഈ ടിപ്പിക്കൽ ഫോർമാറ്റിൽ വരുന്ന സിനിമകളൊന്നും ഇപ്പോ വർക്കാവുന്നില്ല. പക്ഷെ ഡിഫറെന്റ് ആയിട്ട് എന്ത് വന്നാലും അതിനൊരു ശ്രദ്ധ കിട്ടുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ട് വന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്ത് രസമുള്ള സിനിമ, ഇപ്പൊ ഗഗനചാരി എന്നൊക്കെ പറഞ്ഞ പടം ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് പോയപ്പോ കണ്ടു. എന്ത് രസമാണ് സിനിമ. കാരണം നമ്മളിവിടെ അത് 2050 കഥയാണ് പറയുന്നത്. പക്ഷെ ഭയങ്കര രസമായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. കാര്യം പറയാൻ ഭയങ്കരമായ ആർട്ടിസ്റ്റുകളില്ല. പക്ഷെ അത്ര ഒത്തിരി സിനിമകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ. അതെ, ഇപ്പൊ നല്ല സിനിമകൾക്ക് താരങ്ങൾ അനിവാര്യമാണ് എന്നൊരു ഘടകമില്ല അല്ലേ? ഒരിക്കലുമില്ല. പക്ഷെ താരസങ്കല്പങ്ങളൊക്കെ മാറിപ്പോയല്ലേ? താരസങ്കല്പങ്ങളും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട്. കാരണം പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് താരങ്ങൾ അനിവാര്യമാണെന്ന് ഞാൻ പറയില്ല. ആപ്റ്റായിട്ടുള്ള ആക്ടേഴ്സ് ആണ് വേണ്ടത്. താരം എന്ന് പറഞ്ഞ ലേബല് തന്നെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാല്. താരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സങ്കല്പം തന്നെ. കാരണം നമുക്ക് ഒരു ആക്ടറെ വല്ലാണ്ട് ബാധിക്കുന്ന ആക്ടർ താരമായിട്ട് നിൽക്കും. നമുക്ക് നല്ല ആക്ടേഴ്സിനെയാണ് വേണ്ടത്. അത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണല്ലോ വേണ്ടത്. ഈ താരങ്ങളായിട്ട് തന്നെ നിൽക്കുന്നത് പലപ്പോഴും ഈ സിനിമയുടെ മേക്കിംഗ് തടസ്സമാകും അല്ലേ? പിന്നെ അതാ ഞാൻ പറഞ്ഞത്. അത് ശരിക്കും നമുക്ക് നല്ല ആക്ടേഴ്സാണ് വേണ്ടത്. നല്ല ആക്ടേഴ്സ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട്. കാരണം ഒരു ആക്ടർ ഒരു സിനിമയ്ക്ക് കമ്മിറ്റ് ചെയ്യുന്നത് ആ സിനിമ എന്താണെന്ന് അറിഞ്ഞിട്ടാണല്ലോ. കഥ വ്യക്തമായിട്ട് കേട്ട് സ്ക്രിപ്റ്റും കേട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി അത്രയും ഉറപ്പിച്ചിട്ടല്ലേ അവരൊരു സിനിമയ്ക്ക് വരുന്നത്. ഡേറ്റ് കൊടുക്കുന്നതും അഡ്വാൻസ് വാങ്ങുന്നതും ഒക്കെ. പിന്നെ എന്താ കൺഫ്യൂഷൻ അതിനകത്ത്? പിന്നെ അതിന്റെ ഒഴുക്കിനങ്ങ് പോവാന്നല്ലേ ഉള്ളൂ. പിന്നീട് വായിച്ച സ്ക്രിപ്റ്റിൽ തിരുത്തലുകളോ വായിച്ച സ്ക്രിപ്റ്റിനെ പൊളിക്കേണ്ട അവസ്ഥയൊക്കെ ഒന്നും വരുന്നില്ല. എന്താണ് ശരിക്കും വരുന്നത്? കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഷൂട്ടിന് മുന്നേ തിരുത്തണം. അതല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചിട്ട് ഷൂട്ടിന് മുന്നേ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ടിന്റെ സമയത്ത് പിന്നെ എന്താണ് കൺഫ്യൂഷൻ വരുന്നില്ല. ഈ പഴയകാല സിനിമകൾ സൗന്ദര്യമൊക്കെ ഒരു വലിയ പ്രധാന ഘടകമായിരുന്നു. ഇപ്പൊ അത്തരം കാഴ്ചപ്പാടൊക്കെ മാറി അല്ലേ? അതെ. ഇപ്പൊ നമുക്ക് ഈ റിലേറ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിശേഷത്തിൽ പറയുന്നുണ്ട്. വിശേഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും നായകനും നായികയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു നായകനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ പ്രചോദനം, അങ്ങനെ ഒരു വാക്കുണ്ടാക്കാനുള്ള പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ആക്ടറെ കൊണ്ടുവരുമ്പോൾ ഈ ആക്ടറെ ആൾക്കാർ ഇഷ്ടപ്പെടണം. കാണുന്ന പ്രേക്ഷകന് അവിടെ തന്നെ നമ്മളിൽ ഒരാളാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകളിൽ ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാർക്കും
അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്, സ്ക്രീനിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അഭിനയിക്കാൻ മോഹം ഇല്ലാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് തല കാണിച്ചാൽ മതി, അല്ലെ കുഞ്ഞൊരു ഡയലോഗ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ എന്തുമാത്രം ഉണ്ട്. അപ്പൊ അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഒരാൾ അവിടെ നിൽക്കുന്നത്. ഇവർക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാവുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പിന്നെ ഞങ്ങളിൽ ഒരാളായിട്ട് ആ കഥാപാത്രം നമ്മളൊരാളായിട്ട് റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ നിൽക്കുന്ന ആളെ തോന്നണം. അതാണ് അതിന്റെ ഉദ്ദേശം. അല്ല, അങ്ങനെയാണ് ഈ സമീപകാല സിനിമകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഒട്ടുമിക്ക സിനിമകളും ഈ മുതിർന്ന സംവിധായകരുടെ സിനിമകളാണ് പലപ്പോഴും ഈ താരങ്ങളായിട്ട് മാറുകയും നമുക്ക് അസാധ്യമായ ഒരു താരപരിവേഷമുള്ള ആൾക്കാരായിട്ട് മാറുന്നത്. ബാക്കിയെല്ലാം നമ്മളൊരാളാണല്ലോ. പക്ഷെ അത്തരം സിനിമയും ഇതിന്റെ ഒരു ബാലൻസിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത്തരം സിനിമയും വേണം. ഭയങ്കര താരപ്പൊലിമയുള്ള അത് അതൊരു ആഘോഷമാണ്. നമ്മളിപ്പോ ഒരു പെരുന്നാൾ നടത്തുന്നത് അല്ലെങ്കിൽ ഉത്സവം നടത്തുന്ന വർഷത്തിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് നമുക്കൊരു പ്രത്യേകത തോന്നുന്നത് അത് ആഘോഷമാണ്. നമ്മൾ ഭയങ്കര പൊലിമയില് വാദ്യമേളവും പരിപാടിയും ആഘോഷവും ചെണ്ടകൊട്ടും ബഹളവും ആഘോഷിക്കാനാണ് ആ പെരുന്നാളിന് പോകുന്നത്. അവിടെ നമുക്ക് പൊടിയും വിയർപ്പൊന്നും പ്രശ്നമല്ല. അപ്പൊ ഇത്തരം താരം ലേബലുള്ള സിനിമകൾ കൊണ്ട് അങ്ങനത്തെ ഗുണങ്ങൾ കിട്ടും. പക്ഷെ അതിന്റെ കണ്ടന്റ് നല്ലതാവണം. നല്ല കണ്ടന്റ് ആണെങ്കിലും അത് കിട്ടത്തുള്ളൂ. താരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ അത് അവിടെ ഒരു വിഭാഗം അങ്ങനെ പോകുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആളുകളുടെ ഫ്ലോ ഉണ്ടാവും. ഈ തിയേറ്റർ ഈ ഒഴുക്ക് തുടരണമല്ലോ. തിയേറ്ററിലേക്ക് ആളുകളുടെ ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഫ്ലോയുടെ ഒപ്പം കുറച്ച് കണ്ടന്റ് ഉള്ള നല്ല പടങ്ങൾ, കുഞ്ഞു കുഞ്ഞു പടങ്ങൾ കയറി വന്നാൽ ഈ ഫ്ലോ അവിടെയും കണ്ടിന്യൂ ചെയ്യപ്പെടും. അപ്പൊ ഇത് വേണം. ഇത് നമ്മുടെ എന്താണ് പറയുക, അനിവാര്യമാണ് ഇത് രണ്ടും. അതില്ലെങ്കിൽ ഇതില്ല. ഇപ്പൊ അടുത്ത കാലത്ത് കുറെ അന്യഭാഷാ ചിത്രങ്ങളാണ് ഈ ശരിക്കും ഈ പെരുന്നാൾ പോലെ ആഘോഷിച്ച് പോണത്. നമ്മളുടെ താരങ്ങളുടെ പല ചിത്രങ്ങളും വലിയ പരാജയപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ? മറ്റു ഭാഷാ ചിത്രങ്ങളല്ലേ കുറെ നാളുകളായിട്ട്. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് എപ്പോഴും സിനിമയുടെ ഈ തട്ടിന്റെ നമ്മളൊരു ത്രാസിൽ വെച്ച് കഴിഞ്ഞാൽ താന്നിരിക്കുന്ന തട്ട് കണ്ടന്റ് എന്ന് പറയുന്ന തട്ട് തന്നെ ആയിരിക്കും. കണ്ടന്റ് വെച്ചിരിക്കുന്ന തട്ടായിരിക്കും താന്നിരിക്കുന്നത്. നമ്മൾ കണ്ടന്റ് ഇല്ലെങ്കിൽ അതിന്റെ പുറത്ത് ഒന്നും കെട്ടിപ്പടുത്താൻ പറ്റില്ല. പറയുന്ന സബ്ജക്റ്റ് സ്ട്രോങ് അല്ലെങ്കിൽ, സബ്ജക്റ്റിൽ എന്തെങ്കിലും ശക്തമായ കാര്യമില്ലെങ്കിൽ നമ്മൾ ക്യാമറയായിട്ട് എത്ര ഷെയ്ക്ക് ചെയ്താലും എന്തേരം എഡിറ്റ് കട്ട്സ് സ്പീഡ് കട്ട് കാണിച്ചിട്ടൊന്നും നമുക്കൊന്നും തോന്നുന്നില്ല. വളരെ പ്ലെയിൻ ആയിട്ടിരുന്ന് കണ്ടുപോരുക. പക്ഷെ ചില കണ്ടന്റ് ഇല്ലാത്ത ചില സിനിമകളും നമ്മളെ യാദൃച്ഛിക വലിയ വിജയങ്ങളിലേക്ക് പോയിട്ടില്ലേ? അല്ല, അതാണ് നമുക്ക് സിനിമയുടെ റിസൾട്ട് എന്താണെന്ന്, ആ സിനിമ അങ്ങനെ ആയതുകൊണ്ട് ഈ സിനിമ ഇങ്ങനെയാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആ സിനിമയെ പോലെ ഒരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വീണ്ടും പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. ഈ പ്രേക്ഷകരുടെ അഭിരുചിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടില്ല. പ്രേക്ഷകരുടെ അഭിരുചിയൊക്കെ വല്ലാണ്ട് മാറി. കാരണം നമുക്ക് ഒരു പരിധിവരെ പ്രേക്ഷകൻ നല്ല നല്ല എലമെന്റുകളാണ്, നല്ല പുതുമ എന്ന് തേടുകയാണെന്ന് തോന്നുന്നു. പുതിയതെന്ത്? കാരണം മറ്റത് സ്ഥിരം സാധനങ്ങൾ. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ വിശേഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ കഥ കേട്ടു. അപ്പോൾ ഈ കേൾക്കുന്ന കഥകളുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ, കേട്ട കഥകൾ, എൻ്റെ അടുത്ത് വന്ന കഥകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട സിനിമകളുടെ ചുവ അതിനകത്തുണ്ട്, കേട്ട അപ്പം ഇതാണ് നമ്മളിപ്പോൾ. അപ്പോൾ അതുപോലത്തെ ഒരു സിനിമ ആണിതെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. നല്ല കണ്ടന്റും പ്രേക്ഷകൻ ആവശ്യപ്പെടുന്നൊരു രീതിയിലൊരു അവതരണം വന്ന സ്വാഭാവികമായിട്ട് സിനിമ വിജയിക്കും. ഈ താരമൂല്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ താര സാന്നിധ്യങ്ങളില്ലെങ്കിൽ പോലും നല്ല കണ്ടന്റാണ് തീർച്ചയായിട്ടും വിജയിക്കും. നല്ല കണ്ടന്റ് ആണെങ്കിൽ അത് തഴയപ്പെടില്ല. വിജയം എത്രത്തോളം എന്നുള്ളത് അത് ഡിപ്പെൻസ് ആണ്. കാരണം നമുക്കത് സാഹചര്യങ്ങളൊക്കെ പ്രശ്നമാണ്. ചില സമയത്ത് ഇപ്പം നമുക്ക് അടിക്കടി ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള നാട്ടിലാണ് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. എനിക്കൊന്നും ഒരു പരിധി വരെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ ഇഷ്യൂ പോലും ചിലപ്പോൾ സിനിമയെ ബാധിക്കും. ഇപ്പൊ അതിനിടയിൽ ഇറങ്ങുന്ന സിനിമകൾ ചിലപ്പോൾ ആൾക്കാർക്കൊക്കെ സിനിമയുടെ ഒരു മടുപ്പ് തോന്നിപ്പുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ സുനാമി പോലെ ഓരോരോ സമയത്ത് വരുന്ന ദുരന്തങ്ങളാണ്. നമുക്ക് സിനിമയിൽ ഇഷ്ടം പോലെ ചലച്ചിത്ര സംവിധാന സംഘടനകളുണ്ട്. മുതിർന്ന എന്താ പറയുക, സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉപദേശകരായിട്ട് വാഴ്ത്തപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് കുറേ നാളുകളായിട്ട് സിനിമയിന്, മലയാള സിനിമ പലതരത്തിലുള്ള വേട്ടയാടപ്പെടുന്നത്? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ, ദിലീപിൻ്റെ കേസുകളടക്കം, അതിനുശേഷം ഒരുപാട് ദുരവസ്ഥകളിലൂടെയാണ് സിനിമ കടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നതടക്കം അതിനുശേഷമാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത്. അത് എന്തുകൊണ്ടായിരിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്? ആരെങ്കിലുമൊക്കെ ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ, സമയോചിതമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ പെടുമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
ആരായിരിക്കും ആരും മുന്നോട്ട് വരാൻ? അല്ല, എനിക്ക് അതിനകത്ത് ഒരു വ്യക്തമായ അഭിപ്രായം പറയാൻ ഞാൻ ഒരു ആളല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് സമയോചിതമായ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുഴപ്പമുണ്ടായാൽ ഏതെങ്കിലും കാലത്ത് ഇത് പൊങ്ങി വരും. കാരണം വെറുതെ നടക്കുന്നവർക്ക് കുഴപ്പങ്ങളില്ലല്ലോ. ഇല്ല. അതാണ് ഇപ്പം നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ എന്താ പറയുക, കൊടുത്താൽ നമ്മളിപ്പോൾ ഒരു വശത്ത് മാത്രമെന്ന് ആണ് കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല. ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഈ ഗ്യാപ്പിലൂടെ പലരുടെ നേരെ ആരോപണങ്ങൾ ഉന്നയിക്കാം. അതും നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റില്ല. കേൾക്കുന്നതെല്ലാം ശരിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാരോപണം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കണം. നമ്മൾ തെളിയിച്ചിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ നിൽക്കില്ല. തെളിയിച്ചിട്ട് വരുന്ന റിസൾട്ടിന് വലിയ വാർത്താ പ്രാധാന്യം പലപ്പോഴും വരില്ല. ആരോപണ വിധേയർക്കുമാണ് വാർത്താ പ്രാധാന്യം എപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് റിയലും കാണും, റിയൽ അല്ലാത്തതും കാണും. മാധ്യമങ്ങൾക്കെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മീഡിയാസ് ഉള്ളതുകൊണ്ട് മാധ്യമങ്ങളുടെ ജാഗ്രത എന്ന് പറഞ്ഞാൽ, കാരണം പണ്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പല പ്രസിദ്ധീകരണങ്ങളും, വളരെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന പല പ്രസിദ്ധീകരണങ്ങളിലെ അന്നത്തെ തലക്കെട്ടെന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ 10 ലക്ഷം വായനക്കാരുമായി അല്ലെങ്കിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായി ഞങ്ങൾ മുന്നിൽ എന്ന് പറഞ്ഞിരുന്ന കാലം പോയില്ലേ ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഇവിടെ ഒരാൾക്ക് ഒരു ഓഡിയന് വളരെ പലർക്കും, നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന പലർക്കും 30 ലക്ഷം 35 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ മീഡിയയുടെ സ്വഭാവം മാറി. പണ്ട് നമ്മൾ വിരലിലെണ്ണാവുന്ന മീഡിയ ആണെങ്കിൽ ഇപ്പൊ അതല്ല. സോഷ്യൽ മീഡിയ വളരെ സജീവമായല്ലോ. സോഷ്യൽ മീഡിയ വന്നപ്പോൾ 1000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്, കാരണം ഒരു വാർത്ത സ്പ്രെഡായി പോകുന്ന വഴി നമ്മൾ അറിയില്ല. ഒരു വാർത്ത വന്ന് അതിനകത്തുനിന്നൊരു മീഡിയ എപ്പോഴും അങ്ങനെയാണല്ലോ. കാരണം അതിലെ ഇത് തുറന്നു നോക്കുക എന്ന് പറയുന്നൊരു കാര്യമാണല്ലോ നമ്മളെ. അപ്പൊ അങ്ങനെ നമ്മളിത് മാറി. നമ്മുടെ സ്വഭാവം, പറയുന്ന വാക്കുകൾ അത്ര സൂക്ഷിച്ച് പറയേണ്ടത് കൊണ്ട് നമ്മളൊരു സ്വയം നവീകരണത്തിനും സ്വയം നന്നാകാനുള്ള സൂചനകളാണ്. അതാണ് പറയുന്നത്. പറയുന്ന വാക്കുകൾ അത്ര സൂക്ഷിച്ച് പറയേണ്ടത് കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര സൂക്ഷിച്ച് ചെയ്യണം. ഈ ഹേമ കമ്മീഷൻ നടപ്പിലാക്കിയാൽ മലയാള സിനിമയിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകും എന്ന് തോന്നിയിട്ടുണ്ട്. സ്ത്രീകളുടെ വിഷയമാണ്, അനീതിക്കെതിരെ ഒരു ശബ്ദമാണത്. ഒരു പക്ഷേ ഉണ്ടാവാം. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ അനീതിക്കെതിരെ എല്ലാ കാലത്തും ശബ്ദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും അത് അങ്ങനെയാണ് പലപ്പോഴും നീതി കിട്ടിയിട്ടുള്ളത്. കാരണം തീരെ സഹിക്കാൻ വയ്യാത്ത വരുന്ന ഒരു സിറ്റുവേഷനിലാണല്ലോ ഇതൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത്. അല്ലാതെ വളരെ സ്മൂത്തായിട്ട് പോകുന്നിടത്ത് ഒരിക്കലും പ്രശ്നങ്ങളില്ലെങ്കിൽ ശബ്ദങ്ങൾ ഉയരില്ലല്ലോ. പൊതുവെ ഞാൻ കരുതുന്ന അതാണ്. ഇപ്പൊ എവിടെയെങ്കിലും കുഴപ്പങ്ങൾ കാണും, ആ കുഴപ്പങ്ങളുടെ പുറത്തായിരിക്കാം ഒരു പക്ഷേ ശബ്ദങ്ങൾ വരിക. നമ്മളിപ്പോൾ താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ താരസംഘടന അമ്മ ഇന്ന് പൂർണ്ണമായി ഇല്ലാതായി. അതിൻ്റെ ഭരണസമിതി തന്നെ പിരിച്ചുവിട്ടു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കേണ്ടി വന്നു, പ്രസിഡന്റ് മോഹൻലാൽ രാജിവെക്കേണ്ടി വന്നു, ആ ഭരണസമിതി വരെ പിരിച്ചുവിട്ടു. അതൊക്കെ ഈ വരും കാലങ്ങളിൽ സിനിമയെ നന്നായിട്ട് ബാധിക്കില്ലേ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ ബാധിക്കാം. കാരണം നമ്മൾ ഇനിയുള്ള സിനിമകളുടെ റിസൾട്ട് നമുക്കറിയില്ലല്ലോ. ഇനി എത്രയോ സിനിമകൾ ഇറങ്ങാൻ കിടക്കുന്നു. ആ സിനിമകളുടെ റിസൾട്ട് എന്താകുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. കാരണം വാർത്തകൾ ആൾക്കാരെ മടുപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വാർത്തകൾ വരുന്നത് പ്രേക്ഷകനെ അകറ്റും. അത് മൊത്തത്തിൽ സിനിമയോട് വരുമ്പോൾ പ്രേക്ഷകരടക്കം അല്ലെങ്കിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വരുന്നില്ല ഇപ്പോൾ. കാരണം നമുക്ക് OTT ഒക്കെ ഇത്ര വ്യാപകമായ കാലത്ത് എല്ലാവരും OTT സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് തിയേറ്ററിൽ അത്ര ഓളം ഉണ്ടാക്കുന്ന സിനിമകൾക്കാണ് തിയേറ്ററിലേക്ക് ആൾ വരുന്നത്. ഫാമിലി ഓഡിയൻസിന്റെ ഒക്കെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവര് ഒന്ന് വെയിറ്റ് ചെയ്ത് അവരുടെ സമയവും സാഹചര്യവും എല്ലാം ഒത്തുവരുമ്പോഴേ തിയേറ്ററിലേക്ക് വരുള്ളൂ. അപ്പോൾ 1 ആഴ്ച 2 ആഴ്ച കഴിയും. ഈ 1-2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഈ സിനിമ ചിലപ്പം അവർ കാണാൻ 2 ആഴ്ച മുന്നേ എയിം ചെയ്ത് വെച്ചിരിക്കുന്ന പടം അവിടെ കാണാൻ തോന്നുന്നില്ല. അപ്പം നമുക്ക് സിനിമകൾക്ക് അത്ര ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ. കാരണം ഒരാഴ്ച തന്നെ ഇപ്പം എത്ര ഒരു ആവറേജ് 5 സിനിമ വെച്ച് ഇപ്പോൾ റിലീസ് ഉണ്ട്. കാരണം മാസത്തിൽ 1 ഏതെങ്കിലും ഔട്ട് ഓഫ് കേരള മലയാളത്തിന്റെ അല്ലാത്തൊരു വലിയ പടവും വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. ഇതിന്റെ എല്ലാം ഇടയിൽ കൂടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം അറിയില്ല, മുന്നോട്ട് പലരും സിനിമകൾ ആലോചിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മളടക്കം പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ
അറിയില്ല, കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണത്. പിന്നെ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിൻ്റെ അധ്യക്ഷൻ രാജിവെക്കേണ്ടി വന്നു. അത് വെറും രാജിയല്ല, ലൈംഗിക ആരോപണ കേസാണ്. മലയാളത്തിലെ മുൻനിര താരങ്ങൾ, തിളങ്ങി നിൽക്കുന്ന താരങ്ങൾ, അവരും ഈ പറഞ്ഞ പോലെ ലൈംഗിക പീഡന ആരോപണങ്ങളാണ്. അതൊന്നും ചെറിയ കാര്യങ്ങളല്ല, ഒരു ഭൂഷണമായ കാര്യങ്ങളല്ല. സിനിമയെ വാരി നിലത്തടിക്കുന്നൊക്കെ പറഞ്ഞ പോലെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങളെപ്പോലെ ഈ പറഞ്ഞ പോലെ വളരെ നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും നല്ല സിനിമകൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ, ചലച്ചിത്ര സംവിധായകരെയും അല്ലെങ്കിൽ അണിയറയിൽ നിൽക്കുന്നവരെയൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. അല്ലേ? ഇതിനൊക്കെ ഒരു പ്രതിവിധി അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഇനിയുള്ള തുടർ നടപടികളിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകണ്ടേ? സിനിമയെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. അല്ല, ഈ ശുദ്ധികലശങ്ങൾ എപ്പോഴും എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണ വിധേയർ പറഞ്ഞ ആൾക്കാർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവര് ക്ലീനായി. കാരണം അതിനകത്ത് പല കേസുകളും ചിലപ്പോൾ ഇനി ഫേക്ക് ആണെന്ന് തെളിഞ്ഞാൽ ഇതൊക്കെയാണല്ലോ. തെളിഞ്ഞു കഴിഞ്ഞാലും പിന്നീട് ഈ ഇപ്പൊ കാണുന്ന തിളക്കങ്ങളൊന്നും അവർക്ക് നഷ്ടപ്പെടും. അങ്ങനെയാണല്ലോ. ഒരുപക്ഷെ അത് മങ്ങാൻ സാധ്യതയുണ്ടാവും. പക്ഷെ ഇതൊന്നും സിനിമയെ, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ ഒരു ഒപ്പീനിയൻ, എന്റെ ഒരു തോട്ടെന്ന് വെച്ചാൽ അത് സിനിമയെ അങ്ങനെ ചിലപ്പോ ഒരു താൽക്കാലിക മങ്ങൽ ഏറ്റാൽ പോലും ബാധിക്കില്ല എന്ന് തോന്നുന്നു. ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വന്നാലും അത് നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണെങ്കിൽ ആൾക്കാർ വരും. പിന്നെ ആ സിനിമ ഉണ്ടാക്കുന്ന ഓളത്തിന്റെ പുറത്ത് അടുത്ത സിനിമകൾ വരും. അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ വാർത്തകൾ തന്നെ നോക്കൂ. ഇപ്പൊ ഒരു പ്രശ്നം വന്നു, വലിയ വലിയ പല പല പ്രശ്നങ്ങളും വരുന്നു, പല ഇൻസിഡന്റുകളും വരുന്നു. നമ്മൾ ആ ഒരു 2 ആഴ്ച അതിങ്ങനെ നിൽക്കും. പുതിയത് എന്തായാലും വരുമ്പോ അതങ്ങ് മാറി, ഇത് മറക്കും, ഇതും മറഞ്ഞു പോകും. പിന്നെ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും സൈഡിൽ കൂടെ, നമ്മൾ അതൊരു അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ വാർത്തകളാണ് ഇവിടെ സത്യത്തിൽ ഭരിക്കുന്നത്. സിനിമയിലെ പ്രശ്നങ്ങൾ, സിനിമ വല്ലാതെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു കലയാണല്ലോ. മറ്റു മേഖലകൾ, ഈ വയനാട് ദുരന്തത്തെക്കാളും വലിയ ദുരന്തമാണ് ഇപ്പൊ സിനിമാ മേഖല സംഭവിച്ചിരിക്കുന്നത്. വല്ലാതെ അവന് വലിയ വ്യവസായ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ കോടികളുടെ കച്ചവടം നടക്കുന്ന ഒരു സംഭവം കൂടിയാണ്. നമ്മുടെ വരുമാനത്തിന് വല്ലാതെ അട്ടിമറിക്കുന്ന സംഭവമാണ്. അതിനേക്കാളേറെ സാധാരണ മനുഷ്യരെയൊക്കെ സ്വാധീനിക്കുന്ന കല കൂടിയാണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രതിസന്ധി. അടുത്ത ഈ ഉടനെ ഒന്നും ഒരു പ്രതിവിധി ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ടാകും. സമീപകാലത്തേക്ക് അതൊരു പഴയ അവസ്ഥയിലേക്ക് വരാൻ പറ്റുമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളല്ലേ വന്നത്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ സമാനതകളില്ലാത്ത ദുരന്തം എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഫേസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രതിഫലനങ്ങൾ എന്താണെന്നുള്ളത് നമുക്കിനി അതിനകത്തേക്ക് ഇറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ എത്രത്തോളം പ്രൊഡ്യൂസേഴ്സ് പുതിയ സിനിമകൾ ചെയ്യാൻ ധൈര്യം കാണിക്കുമെന്നുള്ളതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഓരോ ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തെ സമീപനം എന്താണെന്നുള്ളതും ഒക്കെ വലിയ ഘടകമാണ്. നമുക്കിനി ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകൾ ഇറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ സൈഡിൽ കൂടെ നടക്കുകയാണെങ്കിലും എത്രയോ സിനിമകൾ ഇറങ്ങാൻ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നൊരു ഈ കഴിഞ്ഞ വർഷം തന്നെ നടന്ന എത്രയോ സിനിമകളുണ്ട്. അപ്പൊ അതൊക്കെ പുറത്തിറക്കണമല്ലോ. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ പേരിൽ അവരൊക്കെ ഇറക്കാണ്ടിരിക്കുമോ? അത് ഇറങ്ങും. ഇറങ്ങിയാലേ അതിന്റെ വിധി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ ദിലീപിന്റെ കേസിന് ശേഷം അദ്ദേഹം ചെയ്ത ഒരു സിനിമകളും പ്രേക്ഷകരെ ഏറ്റെടുത്തില്ല. വലിയ പരാജയത്തിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ പഴയതിനേക്കാളും മികച്ചതെന്ന് തോന്നിപ്പിക്കുന്ന സിനിമകളായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നേരിടുന്ന പ്രതിസന്ധികളെല്ലാം ആ വ്യക്തികൾക്കെല്ലാം വലിയ പരാജയം ചലച്ചിത്ര മേഖല ഉണ്ടാകും എന്ന് തോന്നുന്നു, അല്ലേ? നമ്മൾ ആൾക്കാർ ഭയങ്കരമായിട്ടെ കേൾക്കുന്ന വാർത്തകളുടെ പിന്നാലെ പോവും. യാഥാർത്ഥ്യമാണ്. നമ്മൾ സാധാരണ ജനം എന്ന് പറയുന്നത് ഒരു വാർത്ത, നമ്മളിപ്പോൾ ഒരു പരസ്യം ഒരു ചാനലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വാഷിംഗ് പൗഡറിന്റെ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിന്റെ പരസ്യം അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിന്റെ പരസ്യം രാവിലെ തൊട്ട് എല്ലാ ഗ്യാപ്പിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ അത് കാണുന്ന കുട്ടി അല്ലെങ്കിൽ വീട്ടമ്മ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അത് മേടിക്കും. കാരണം മനസ്സിലത് കിടക്കുമല്ലോ. നമ്മളപ്പോൾ രാവിലെ മുതൽ കേൾക്കുന്ന വാർത്തകൾ നമ്മളെ തന്നെയാണ് സ്വാധീനിക്കും. അത് എവിടെയെങ്കിലും കിടക്കാതിരിക്കില്ല. കാരണം മനുഷ്യർ സാധാരണക്കാരല്ലേ, അവരിതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും അധികം പോവില്ല. നമ്മൾ കേൾക്കുന്നത് എന്തോ അത് തലയ്ക്കകത്ത് കയറ്റി വെക്കും. ഈ ഒരു പ്രതിസന്ധി മാറിക്കിടന്ന് നല്ല സിനിമകൾ ഉണ്ടാകാൻ നമുക്ക് പ്രത്യാശിക്കാൻ, ഉറപ്പായിട്ടും നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പുതിയ ആൾക്കാർ വരണം. കാരണം അതിനാരും, ഞാൻ പറയുന്നതാണ്, മടിച്ചു നിൽക്കരുത്. സിനിമകൾ ഈ വിഷയങ്ങൾ കേട്ട് നമ്മളാരും പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സിനിമകളിൽ പേടിച്ച് നിൽക്കേണ്ട കാര്യമല്ല. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ അടുത്ത പടത്തിന്റെ കാര്യങ്ങളിലേക്ക് കയറി, വിശേഷം കഴിഞ്ഞു.
അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും അത് എല്ലായിടത്തും ഉണ്ടല്ലോ, സിനിമ മാത്രമല്ല. ഇപ്പൊ സിനിമയിലെ തന്നെ ഒരു ഗ്ലാമർ പരിവേഷം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് അതിങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ടോട്ടൽ സിനിമകൾ സംഭവിക്കാതിരിക്കില്ല. സിനിമകൾ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ധൈര്യത്തോടെ മുന്നോട്ട് വരിക. കാരണം അവരുടെ ഉദ്ദേശം വ്യക്തമാണല്ലോ. ഈ വരുന്ന ആളുകളുടെ ഉദ്ദേശശുദ്ധി വ്യക്തമാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപാട് തട്ടിപ്പുകളും കാര്യങ്ങളും സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ എത്രയോ എത്ര ഏരിയകളിൽ തട്ടിപ്പ്, വളരെ വിശ്വസനീയമായ രീതിയിൽ തട്ടിപ്പുകൾ. ഈ തട്ടിപ്പുകളിൽ വീഴാതെ അലേർട്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കാരണം എന്തെങ്കിലും കേട്ടാൽ ചാടി പുറപ്പെടാൻ നിൽക്കാണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കൂടെ ഒരാളെ കൂട്ടിക്കൊണ്ട് പോവുകയോ ഒക്കെ ചെയ്യാം. നമുക്കത് അലേർട്ടായിട്ടിരിക്കാമല്ലോ. അതുപോലെ ഉണ്ടാകാത്തതിന്റെ ഒരു പ്രശ്നം. അത് ഇപ്പൊ എന്തെങ്കിലും ഒരു ഓഫർ കേട്ടാൽ ചാടി കയറി പുറപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ അലേർട്ട് ആയിക്കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് അത്തരം കാര്യങ്ങൾ ചാടി വീഴുക എന്നുള്ളത്. കാരണം അത് തന്നെ മലയാളികളെ മനസ്സിലമായിട്ട് എന്ത് തട്ടിപ്പിലും ആദ്യം തലവെക്കണ മലയാളികളായിരിക്കും, ഏത് കാര്യത്തിലായാലും, എല്ലാത്തരങ്ങളും. പിന്നെ നമുക്ക് തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പഴയ പോലെ സിനിമകൾ ഇങ്ങനെ തിയേറ്റർ നിലനിർത്തുക എന്ന് വലിയൊരു ഘടകമാണ്. ഒരു ദിവസവും ഒരു ഷോ എങ്കിലും അല്ലെങ്കിൽ 3 ഷോ എങ്കിലും കൃത്യമായി നടന്നാൽ മാത്രമേ സിനിമയ്ക്കൊരു വിജയത്തിന്റെ പാതയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു വലിയ അനുപേട്ടന്റെ ഒരു കമന്റൊക്കെ വന്നിരുന്നില്ല, സിനിമയേക്കാളേറെ പണം മുടക്കേണ്ടി വരുന്നുണ്ട് ഇതിന്റെ മാർക്കറ്റിംഗ് തിയേറ്റർ നിലനിർത്താൻ വേണ്ടി. അതിനെങ്ങനെയാണ്? അതും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ. കാരണം അതെന്താന്ന് വെച്ചാൽ നമ്മള് തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നില്ലെന്നുള്ളതാണ് അതിനകത്തൊരു യാഥാർത്ഥ്യം. കാരണം അവിടെ നമ്മള് ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു ലോബികളുണ്ട് സജീവമായിട്ട്. കാരണം തിയേറ്ററിലേക്ക് ആളെ വിടാനുള്ള ലോബികൾ ഉണ്ട്, ഒക്കെ ഉണ്ട്. കാരണം ഇതൊക്കെയാണ് സിനിമയുടെ ഒരു രീതി വല്ലാണ്ട് മാറി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കാരണം, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നമ്മൾ ഒരു സമയത്ത് ചെയ്തിരിക്കുന്ന ചില സിനിമകളുടെ നിലവാരമായിരിക്കാം. അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ആൾക്കാർ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഡെസ്പായിട്ടുണ്ടെങ്കിൽ, നിരാശരായിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോവില്ലല്ലോ. ഒരു 10 എക്സ്പീരിയൻസ് അങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ നമ്മളൊരു ഫാമിലി പടത്തിന് പോകുമ്പോഴത്തേക്കും ആവറേജ് 180 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ പോലും 5 പേരുണ്ടെങ്കിൽ എത്രയും പൈസ അല്ലേ? 1000 രൂപയുടെ ടിക്കറ്റിനായി അവിടെ പോയി പോപ്കോൺ കഴിക്കണം, പപ്സ് കഴിക്കണം, ചായ കഴിക്കണം. 10,000-2000 രൂപയുടെ ചിലവാണ്. നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി വണ്ടി ഓടിച്ച് ബ്ലോക്കിൽപ്പെട്ട് ചെല്ലുമ്പോൾ പലപ്പോഴും ടൈറ്റിൽ കാർഡിന് മുന്നേ ചെന്ന് സീറ്റ് പിടിക്കാനുള്ള വെപ്രാളത്തിൽ നമ്മൾ സ്പീഡിൽ വെപ്രാളപ്പെട്ട് ചെന്ന് കഴിയുമ്പോൾ ആ സിനിമ നമുക്ക് ഒന്നും തരുന്നില്ലെങ്കിൽ, വെറുതെ പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിട്ട് നമ്മളെ പറ്റിക്കുന്ന അനുഭവമാണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ വെറുത്തുപോയില്ലേ? നമ്മളെത്ര പോവും അങ്ങനെ? ഇതൊരു 4-5 തവണ ഇങ്ങനത്തെ ഇൻസിഡന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന പരിപാടി നിർത്തും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാല് സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർ നല്ല സിനിമകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ. നല്ലത് വന്നാൽ നമ്മൾ എന്തായാലും പോകും. നമ്മളിപ്പോ ലുലുവില് എടപ്പള്ളി മിക്കപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ലുലു മാളിൽ ഒരു ഓഫർ പ്രഖ്യാപിച്ചാൽ ആ ഏരിയയിലേക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ കുറഞ്ഞ പൈസക്ക് നല്ല സാധനം കിട്ടുന്നു എന്നുള്ള സാധനമാണ്. അപ്പൊ അവിടെ പൈസയേക്കാൾ കൂടുതൽ പൈസ ഒരു അട്രാക്ഷനാണ്, പിന്നെ നല്ല സാധനം കിട്ടുന്നു എന്നുള്ള സാധനം കൂടെ കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവുക, നല്ല പ്രൊഡക്റ്റ് ഉണ്ടായാൽ അത് ഇതിനെല്ലാം മേലെയാണ് അതിന്റെ വാല്യൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും സിനിമയൊന്നും തകർക്കാൻ പറ്റില്ല. കാരണം സിനിമ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. ചെറുകിട സിനിമകളെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികം മുടക്കുന്നവരുടെ സ്വപ്നമായിരിക്കാം. പിന്നെ ചെറുകിട സിനിമകൾക്ക് തിയേറ്റർ പലപ്പോഴും അവസരം കിട്ടാറില്ല. വലിയ സിനിമകൾ അങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകുന്ന തിയേറ്റർ എടുക്കാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? ചെറുകിട സിനിമകളും ഇടം കിട്ടേണ്ടതല്ലേ? ഒരു പരിധിവരെ തിയേറ്ററുകാർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. കാരണം ചെറിയ സിനിമകൾ അവിടെ നിൽക്കില്ല എന്നുള്ളൊരു മുൻവിധി കാണും അതിനകത്ത്. ആ മുൻവിധിയുടെ പുറത്ത് അവർ വലിയ താല്പര്യം കാണിക്കില്ല. പക്ഷേ ഈ സിനിമയെ ചെറുതായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്ന പോയിന്റാണ് അതിനകത്തെ പ്രശ്നം. ഈ സിനിമ ചെറുതല്ല, നമ്മൾ തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു മേക്കേഴ്സ് തന്നെ ഇത് ചെറിയ സിനിമയാണ് എന്ന് പറയുമ്പോൾ നമ്മളുണ്ടാക്കി വെച്ച പ്രോഡക്റ്റിന്റെ വില നമ്മളായിട്ട് തന്നെ കുറയ്ക്കുകയാണ്. നമ്മളെന്തിനാണ് ചെറിയ സിനിമ വലിയ സിനിമ എന്ന് പറയുന്ന തരംതിരിവ് കാണിക്കുന്നത്? നമ്മൾ ആ സിനിമയ്ക്ക് ഇപ്പം നമുക്കൊരു ഒരു തിയേറ്റർ പാർട്ടി നമ്മുടെ ഒരു സിനിമ തിയേറ്റർ പ്രദർശിപ്പിക്കാൻ താല്പര്യം കാണിക്കണമെങ്കിൽ സിനിമയുടെ റിലീസിന് മുന്നേ ആ സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. ആ സിനിമ ഇത് കാണണം എന്ന് സ്പോട്ട് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതിലേക്ക് എത്താത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ എത്രയോ സിനിമകൾ അങ്ങനെ സംഭവിക്കുന്നു. കാരണം
അത് കാണാനൊരു തോന്നൽ ജനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പ്രധാനപ്പെട്ട ഘടകം അത്. വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല. അല്ലാതെ വലിയ സിനിമ ചെറിയ സിനിമ എന്ന് പറഞ്ഞുള്ള തരംതിരിവിന്റെ അല്ലത്. ആവശ്യമില്ല. നമ്മളെ നന്നായി എന്റർടൈൻ ചെയ്യിക്കുന്ന, നല്ല രസമായിട്ട് തിയേറ്ററിൽ നിന്ന് മനസ്സിലാ കഥാപാത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്ന ഒത്തിരി സിനിമകളുണ്ട്. ഉണ്ട്. ആ സിനിമകളെ ചെറുതാണ്, ഓക്കെ ചെറുത് കാണണ്ട എന്ന് പറഞ്ഞ് മാറ്റേണ്ട കാര്യമില്ല. ആ സിനിമ അത് കാണണമല്ലോ, എനിക്കത് കാണണം എന്ന് നമ്മൾ തോന്നൽ ജനിപ്പിക്കുന്ന മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് പലപ്പോഴും ഇല്ലാത്തതാണ് ഈ പരാജയ കാരണമായിട്ട് നമുക്ക് കൂട്ടാം അല്ലേ? ഉറപ്പായിട്ടും അത് ഇല്ലാത്ത തന്നെയാണ്. നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം, ഒരു പോസ്റ്റർ കാണാതെ അല്ലെ ഒരു ടീസറോ അല്ലെ ട്രെയിലറോ കാണാതെ നമ്മൾ പോവില്ല. നമ്മൾ ചില ടീസറും ട്രെയിലറും കാണുമ്പോൾ അല്ലെ ചില പാട്ടുകൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എന്തായാലും പോകില്ലേ? ചില പോസ്റ്ററുകൾ ഇപ്പോൾ കണ്ടാൽ നമുക്ക് സിനിമ കാണാൻ തോന്നും. ചില മാഗസിന്റെ കവർ ചിത്രം കാണുന്നത് തന്നെ അങ്ങനെ തോന്നാറില്ല. അതെ. ഇതാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. പക്ഷേ നല്ലതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിറ്റഴിക്കപ്പെടും, സ്വീകരിക്കപ്പെടും അല്ലേ? ഉറപ്പായിട്ടും. നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള, നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആവശ്യം. അതെ. പിന്നെ ഈ OTT വരുമ്പോൾ എത്രത്തോളം അത് സാമ്പത്തിക മെച്ചമാണ്. ഈ OTT സിനിമ റിലീസ് ചെയ്യും. പല സിനിമകളും OTT റിലീസ് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം എന്ന രീതിയിലാണ് ഈ പുതിയ സിനിമകൾ, ചെറിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിക്കുന്ന സിനിമകൾ വരുന്നത്. OTT സാമ്പത്തിക മെച്ചം കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ? OTT സാമ്പത്തിക മെച്ചം കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെയും ഒക്കെ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ OTT പല രീതികളിൽ ഇപ്പോൾ OTT എടുക്കുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും ഇപ്പോൾ ഔട്ട് റേറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കില്ല. OTT തന്നെ എല്ലാ പ്ലാറ്റ്ഫോംസും ഷെയറിങ്ങിലേക്ക് കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന എത്രത്തോളം ആളുകളുണ്ടോ അതിന്റെ കളക്ഷന്റെ ഇത്ര പെർസെൻറ്റേജ് തരാം എന്നുള്ള അതൊരു വളരെ അതാണ് പൊതുവെ ഇപ്പോൾ. കാരണം നമ്മൾ അത്രയും ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമകളും അല്ലെങ്കിൽ ഷൂട്ട് നടക്കുന്ന എല്ലാ സിനിമയും ഇറങ്ങുന്നില്ല, ഒരു യാഥാർത്ഥ്യമാണ്. തുടങ്ങി വെക്കുന്ന എല്ലാ സിനിമയും കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പം ഇറങ്ങുന്ന സിനിമകളെല്ലാം OTT പോകുന്നില്ല. അതും നോക്കണം. കാരണം അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഇവിടെയൊക്കെ നമുക്കൊരു ന്യൂസ് വാല്യൂ ഉണ്ടാക്കി വെച്ചാലേ OTT ഇറങ്ങിക്കഴിഞ്ഞാൽ ആള് കാണുള്ളൂ. ഇല്ലെങ്കിൽ OTT വരുന്നു, അതവിടെ കിടക്കും, നമ്മളറിയില്ല. ആ സിനിമ എപ്പോഴും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഘടകം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അത് തിയേറ്റർ വിട്ടിട്ട് പിന്നെ OTT പോയാലും അപ്പം നമ്മൾ ആ സിനിമയെ കൈവിട്ട് കളയരുത്. നമ്മളതിനുള്ള ഫുഡ് കൊടുത്തോണ്ടിരിക്കണം. ആൾക്കാരുടെ കണ്ണിൽ പെടുത്തണം എപ്പോഴും. ഇത് എന്തെങ്കിലുമായിട്ട് ആ സിനിമയുടെ ന്യൂസ് കിടക്കണം. അത് വ്യൂവർഷിപ്പ് വന്നാൽ, നല്ല വ്യൂവർഷിപ്പ് വന്നാൽ അത് റവന്യൂ ഉണ്ട്. നല്ല പ്ലാറ്റ്ഫോമുകളിൽ കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ മാർക്കറ്റിങ്ങിൽ, ഈ PR വർക്കിലും, ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റിയുടെ കാര്യത്തിലൊക്കെ തന്നെ മുമ്പത്തെക്കാളും സാധ്യതകളുണ്ട്. അതിനോടൊപ്പം തന്നെ പലതരത്തിലെ തട്ടിപ്പുകളൊക്കെ ഇല്ലേ, അത് തോന്നിയിട്ടുണ്ടോ? കാരണം പലതരത്തിൽ പ്രലോഭിപ്പിച്ച് പലതരം വാഗ്ദാനങ്ങൾ നൽകി ഒക്കെ ചെയ്യുന്നുണ്ട്. ചെറുകിട സിനിമകളൊക്കെ അങ്ങനെ പലപ്പോഴും അങ്ങനെ ചില അവരുടെ ചില കിണികളിൽ പെടാറുണ്ട് പലപ്പോഴും. തട്ടിപ്പല്ല, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈവൻ ഓൺലൈൻ മീഡിയാസ് നമുക്ക് വളരെ സജീവമാണിപ്പോൾ. കാരണം ഒരു സിനിമ വിജയിപ്പിക്കുന്ന ഒരൊറ്റ ഓൺലൈൻ മീഡിയ മാത്രമായിരിക്കില്ല. കാരണം ഓൺലൈൻ ഇത് തന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പേജ് മുതൽ തീരെ ഫോളോവേഴ്സ് ഇല്ലാത്ത പേജുകൾ വരെ ഉണ്ടാവും. അപ്പോൾ ഒരു സിനിമയുടെ കാര്യങ്ങളിൽ സജീവമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഞങ്ങളാണ് ആ പടം വിജയിപ്പിച്ചത് എന്നുള്ള അവകാശവാദവുമായിട്ട് വരും. അപ്പം ഇതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ബേസിക്കലി ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടതാണ്. കാരണം അവർ പറയുന്ന ഒരു കണക്കിൽ ഓക്കെ ആ പടം നിങ്ങളാണല്ലേ വിജയിപ്പിച്ചത്, അപ്പം നമ്മുടെ പടവും നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുന്ന കൈകൾ അതിന് കേപ്പബിൾ ആണോ എന്ന് നോക്കണം. കാരണം ഒരു സിനിമ ഉണ്ടോ ശരിക്കും പറഞ്ഞാല് അത് അന്വേഷിക്കണം. കാരണം അതിന്റെ സബ്സ്ക്രിപ്ഷൻ എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ട്, അതൊക്കെ ജെനുവിൻ ആണോ, ഇതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അതിനുവേണ്ടി ഒന്ന് മെനക്കെട്ടാൽ കണ്ടെത്താൻ പറ്റും. നേരെ മറിച്ച് ഇപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ തട്ടിപ്പുകൾ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ അന്വേഷണക്കുറവ് കൊണ്ടാണ് അതിലൊക്കെ ചെന്ന് ചാടുന്നത്. കാരണം ഒരു മീഡിയ മാത്രം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമല്ലല്ലോ ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത്. അത് ഏകദേശം ഒരു 10-50-100ഓളം പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഒന്നിച്ചാണ്. അപ്പോൾ ഒരാൾക്ക് വന്നിട്ട് ഞങ്ങളാണത് വിജയിപ്പിച്ചെന്ന് അവകാശപ്പെടാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം ആരൊക്കെയാണ് ഈ ടീമിലുള്ളത്, ഏതൊക്കെ പേജുകളാണ്, ഏതൊക്കെ മീഡിയ പാർട്ട്നേഴ്സാണ്, അവിടെ ഒരു കണ്ടന്റ് വന്നാൽ അത് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തും. ഇതിന്റെ ഒരു അന്വേഷണം നടത്താനുള്ള ബാധ്യത ഫിലിം മേക്കേഴ്സിനുണ്ട്. അവർ ഓക്കെ അവരെത്രയാ പറഞ്ഞ് ഓക്കെ എന്നാൽ അത് കൊടുത്തു, ഈ ആറ്റിറ്റ്യൂഡ് ആയിരിക്കരുത്.
അപ്പോൾ പറഞ്ഞ തട്ടിപ്പിലൊന്നും വീഴില്ല. നമ്മള് ഇതേപ്പറ്റി അന്വേഷിക്കാത്തടത്താണ്. പക്ഷെ ചലച്ചിത്ര സംഘടനകളൊക്കെ ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു നിയന്ത്രണം വരുത്തണമെന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഓൺലൈൻ മീഡിയയുടെ അതിപ്രസരം കൊണ്ടാണ് പലപ്പോഴും നല്ല സിനിമകൾ പോലും മോശമായ റിവ്യൂ ഗണത്തിലേ. പക്ഷേ ഈ ഓൺലൈൻ മീഡിയകൾ കൊണ്ട് തന്നെ എത്ര സിനിമകൾ വിജയിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ അവിടെയൊക്കെ ഞാൻ പിന്നെ വരുന്ന പോയിന്റ് ഇതാണ്. നല്ലതിനെ നമുക്ക് റിവ്യൂ കൊണ്ട് മോശമാക്കി തളർത്താൻ പറ്റില്ല. നല്ലതല്ലാത്ത സാധനത്തെ നമുക്ക് റിവ്യൂ കൊണ്ട് പൊക്കാനും പറ്റില്ല. ഇത് നമ്മൾ ചെയ്യുന്ന സാധനത്തിന്റെ, നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ നിലവാരം ബാധിക്കും, എല്ലാത്തിനും ഉറപ്പായിട്ടും. പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ട് ഭയങ്കര ഈ ഭീതിയോടെ സിനിമാ പ്രവർത്തകർ ഓൺലൈൻ മീഡിയ ഒക്കെ കാണുന്നത്? ഇപ്പം തിയേറ്ററിൻ്റെ റിലീസ് ഡേറ്റ് തന്നെ ഭയങ്കര ചാകര പോലെ മീഡിയക്കാർ നിൽക്കുന്നത്. ക്ഷണിച്ചു വരുത്തിയ അവർ കയറി വരുന്നവരല്ല, അവരുടെ റിവ്യൂ പലതരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോൾ അന്ന് തിയേറ്ററിൽ കൂടുന്ന ആൾക്കാർ മീഡിയ മാത്രമേ ആ സിനിമയെ വിജയിപ്പിക്കാനും തകർക്കാനും കഴിയും എന്നൊരു ആക്ഷേപമുണ്ട്. എനിക്കത് തകർക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആര് കുറ്റം പറയും, എന്ത് കുറ്റം പറയും അതിന്? പക്ഷേ അവിടെയാണ് ഇത്തരം ലൂപ്പ് ഹോളുകൾ ഇടരുത്, സിനിമയ്ക്ക് ഇടരുത്. നമ്മളെ വിമർശിക്കാൻ ഒരു പഴുതുണ്ടാക്കി വെക്കുന്നിടത്താണ് കൃത്യമായിട്ട് അത് കണ്ടെത്തി വിമർശിക്കപ്പെടുന്നത്. പഴുതുകളില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം, പഴുതുകളില്ലാതെ പോയി കഴിഞ്ഞാൽ ആർക്കെന്ത്. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ കാണുന്ന കാര്യങ്ങളാണ്. ഈവൻ പല സിനിമകളെ പറ്റി പല മോശം റിവ്യൂ പലരും ഇടുന്നുണ്ട്. കാരണം മോശമായിട്ടിട്ട് കഴിഞ്ഞാൽ അതിന് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുമെന്നുള്ളൊരു കാര്യം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തോന്നുന്നു, ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട്. പക്ഷേ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാണ്ട് നമ്മൾ ആദ്യം അതിൻ്റെ കമൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ഞങ്ങൾ കണ്ടതാണ്, ഈ പറയുന്നത് തെറ്റാണ്, അങ്ങനെയല്ല ഇത് എന്ന് പറയുന്ന കമൻറ്റുകൾ ഉണ്ടാകും അതിനകത്ത്. പക്ഷെ നെഗറ്റീവും പോസിറ്റീവുമായ കമൻറ്റ് കൊടുക്കാൻ മീഡിയ തയ്യാറാണ്. പെയ്ഡ് ന്യൂസുകൾ അങ്ങനെ ഒരുപാട് വരുന്നുണ്ടല്ലോ. പെയ്ഡ് ന്യൂസുകളുണ്ട്. പെയ്ഡ് ന്യൂസുകൾ മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതെ, മാധ്യമങ്ങളെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ മീഡിയ മാത്രമല്ല, നമ്മൾ കാണുന്ന വലിയ മാധ്യമങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങളടക്കം അവരുടെ ഓൺലൈൻ പേജിൽ പൈസ കൊടുത്താൽ സ്വാധീനങ്ങൾ ഇപ്പോൾ ഭയങ്കര ഇതാണ്. കാരണം ഈ പറഞ്ഞ പോലെ മീഡിയകളുടെ സ്വാധീനവും കമന്റുകളുടെ സ്വാധീനവും ഒക്കെ ഇതെല്ലാം ആകെ കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ വേണം ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കാൻ. ഹേറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെതിരെ എന്താണ് ശത്രുക്കൾ ഉണ്ടെങ്കിൽ, ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ആ വിങ്ങിന്റെ പടത്തിനെതിരെ തിരിയുമല്ലോ. പക്ഷെ നമുക്ക് ഈ ഒരു സങ്കീർണതയിലൂടെ എങ്ങനെയാണ് സിനിമ വിജയിപ്പിച്ചെങ്കിൽ വലിയ പാടാണല്ലേ. സങ്കീർണമാണ് അന്തരീക്ഷം, വളരെ സങ്കീർണമാണ്. അത് യാതൊരു തടസ്സങ്ങൾ വരുന്നുണ്ട്. അത് ഉറപ്പായിട്ടും. അതിപ്പോ ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് കൂടിയാണ് വരുന്നത്. ഇപ്പോൾ ഞാനാലോചിക്കാൻ നമ്മുടെയൊക്കെ പടങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആ പോസ്റ്ററിന്റെ പശ മാറുന്നതിന് മുന്നേ അത് കീറിക്കളയാൻ ആളുണ്ട്. ഹോർഡിങ്ങുകൾ, ഇതൊക്കെ കുറെ പരിപാടികൾ അതിനകത്തുണ്ട്. ഹോർഡിങ് വെച്ച് പോയി കഴിഞ്ഞാൽ ഈ ഹോർഡിങ് ഒരു 3-4 ദിവസത്തിനപ്പുറം എടുത്തു മാറ്റാൻ ആൾക്കാരുണ്ട്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഒരു ആകെ കൂടെ ഒരു അവിയൽ പരുവത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം കൂടെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഡെയിലി ഓരോ സിനിമകളുടെ പൂജകളും നടക്കുന്നു. ഇഷ്ടംപോലെ സിനിമകൾ വരുന്നുണ്ട്. പിന്നെ സിനിമയുടെ യാതൊരു ബന്ധമില്ലാത്തവര്, വെറുതെ ഒരു സങ്കല്പം മാത്രമുള്ള ആൾക്കാർ പോലും ഇപ്പോൾ സിനിമ ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. കേട്ടറിവുകൾ വെച്ചിട്ട് അങ്ങനെ ധാരാളം സിനിമകൾ വരുന്നുണ്ട്. പൂജ നടക്കുന്നുണ്ട്, അവിടെ വെച്ച് അവസാനിക്കുന്നുണ്ട്. ചിത്രീകരണം തന്നെ പാതി വഴി നിൽക്കുന്നുണ്ട്. പൂർത്തിയായിട്ട് റിലീസ് ചെയ്യാൻ പറ്റാത്ത സിനിമകളുണ്ട്. അങ്ങനെ ഒരു മോഹിപ്പിക്കുന്ന കല കൂടിയാണല്ലോ സിനിമ. സിനിമയുടെ എല്ലാവർക്കും മോഹമാണല്ലോ. അതാണല്ലോ സിനിമയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും ഈ മോഹം തന്നെയാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണവും. മോഹം എന്ന് പറഞ്ഞ വാക്ക് തന്നെ പ്രശ്നമാണല്ലോ. മോഹത്തിനകത്ത് നന്മയുണ്ടാവും, മോഹം കൊണ്ട് നന്മയുണ്ടാവും, ദോഷവും ഉണ്ടാവും. മോഹമാണ് എല്ലാത്തിനും കാരണം. സിനിമയിലേക്ക് ആൾക്കാർ വരുന്നത് കൂടുതലും അത് സിനിമ ഉണ്ടാക്കുന്ന ഒരു പ്രഭാവമുണ്ടല്ലോ, അതില് നമ്മൾ ഉണ്ടാവണം, നമ്മൾ പാർട്ടാവണം എന്നുള്ള കടുത്ത ആഗ്രഹത്തിലാണല്ലോ സിനിമയിലേക്ക് ആളുകൾ വരുന്നത്. താങ്കളുടെ കഴിഞ്ഞ സിനിമകളെല്ലാം തന്നെ ഈ പുതിയ പടമടക്കം വിശേഷമടക്കം വലിയ തട്ടുകേടില്ലാതെ മനോഹരമായി പ്രേക്ഷകരിലേക്ക് എത്തി അത്യാവശ്യം ഒരു സാമ്പത്തിക വിജയം നേടിയ സിനിമകളായിരുന്നല്ലോ. നഷ്ടവും ഉണ്ടായില്ല. മറ്റ് നമ്മുടെ വെബ് സീരീസും ചെയ്തിരുന്നു, ഷോർട്ട് ഫിലിം, അതെല്ലാം തന്നെ പ്രേക്ഷക ശ്രദ്ധ കിട്ടി നഷ്ടമില്ലാതെ ഓടി. പുതിയ സിനിമകൾ ചെയ്യാനുള്ളൊരു ഊർജ്ജം ഉണ്ടായി. നല്ല സിനിമയുണ്ടായി, നല്ല അന്തരീക്ഷങ്ങളുണ്ടായി, ഈ പറഞ്ഞ ലൊക്കേഷൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, നല്ല സൗഹൃദങ്ങളുണ്ടായി, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അല്ലേ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ. അപ്പോൾ ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ സാഹചര്യം ഒരുക്കട്ടെ, നല്ല സിനിമകൾ ഉണ്ടാകട്ടെ, മലയാളികൾക്ക്
കഴിഞ്ഞ പടത്തെക്കാളും കൂടുതൽ കണ്ടൻ്റുള്ള കാഴ്ചപ്പാടുള്ള സിനിമകളുണ്ടാകട്ടെ, അതിനുള്ള അവസരങ്ങളുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.